ദൈവമക്കൾ ഇങ്ങനെ ഒരു വെള്ളിയാഴ്ച സന്ധ്യാസമയം കൂടി വന്നിരിക്കുമ്പോൾ തീർച്ചയായും വലിയ പ്രതീക്ഷയോടെ ദൈവസന്നിധിയിൽ നമുക്കായിരിക്കാം. കർത്താവ് നമ്മളോട് ഇന്ന് തീർച്ചയായും സംസാരിക്കും. അവൻ നമ്മുടെ നടുവിലുണ്ട്. അവന്റെ സാന്നിധ്യമുള്ളിടത്ത് അവന്റെ ഇടപെടിയിലുണ്ട്. അവന്റെ ഇടപെടിയിൽ അനുഭവിച്ചറിയുവാൻ നമുക്ക് നമ്മുടെ ഹൃദയങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കാം. പലപ്പോഴും ദൈവവചനം കേൾക്കുമ്പോൾ നമ്മൾ പ്രത്യേകിച്ച് ഈ കാലങ്ങളിലൊക്കെ മെസ്സേജസിന്റെ ഒരു അധികമായ ഒരു ഒഴുക്ക് നാം കാണുന്നു. ഒരു തുറന്നാലും എന്നും സൂം മീറ്റിംഗ്, എന്നും കൂട്ടായ്മകൾ, എന്നും പ്രസംഗങ്ങൾ. ഒരു അർത്ഥത്തിൽ അത് നല്ലതാണ്. നമ്മൾ ഇങ്ങനത്തെ ഒരു പാൻഡമിക് കാലത്തും കൂട്ടായ്മ കൈവിടാതെ കൂട്ടായ്മയിൽ നിലനിൽക്കുവാൻ കർത്താവ് ടെക്നോളജിയുടെ ഒരു മാധ്യമം തന്നത് വളരെ അനുഗ്രഹമാണ്. അത് നമ്മൾ തീർച്ചയായും വിനിയോഗിക്കണം, അത് ഉപയോഗിക്കണം. നമ്മുടെ ദൈവസഭകളുടെ കൂട്ടായ്മകളെല്ലാം നാം പങ്കെടുക്കണം. നമ്മൾ ഒരിക്കലും കൂട്ടായ്മകളെ അലക്ഷ്യമായി വിചാരിക്കരുത്. എങ്കിലും ഞാൻ ചിന്തിച്ചു പോവുകയായിരുന്നു, പലപ്പോഴും നാം ഇത് കേൾക്കാൻ മാത്രം ഇതെല്ലാം കേൾക്കാൻ മാത്രം നമുക്ക് സമയമില്ല. പലപ്പോഴും കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു സ്നേഹിതൻ പറയുകയായിരുന്നു, പല മെസ്സേജസിന്റെ തുടക്കം മാത്രം കേട്ട അത് മാന്തി മേളോട്ട് വിടും, അടുത്തത് കാണും, പിന്നെ അടുത്തത് കാണും. എല്ലാ മെസ്സേജസിന്റെ അറ്റവും മുറിയും കേൾക്കുന്നതല്ലാതെ എല്ലാം കേൾക്കാൻ സമയമില്ല. കേൾക്കുന്നവർക്കായി സ്തോത്രം ചെയ്യുന്നു. എങ്കിലും വചനം അധികം കേൾക്കുന്നതിലല്ല, എത്രമാത്രം വചനം കേട്ടെന്നല്ല ചോദ്യം. യേശു കർത്താവ് യോഹന്നാന്റെ സുവിശേഷം അതിന്റെ 13-ാം വാക്യത്തിൽ പറഞ്ഞ ഒരു വാക്യശബ്ദം വാക്യശകലം എന്റെ മനസ്സിൽ ഓടിയെത്തുകയായിരുന്നു. ഇത് നിങ്ങൾ അറിയുന്നെങ്കിൽ, ഇത് ചെയ്താൽ നിങ്ങൾ ഭാഗ്യവാന്മാർ. യോഹന്നാൻ 13:17 എന്റെ വിഷയം അതല്ല, എങ്കിലും ഒന്ന് അത് എടുത്താലും നല്ലതാണ്. യോഹന്നാൻ 13:17 യേശു ഇപ്രകാരം പറയുന്നു, ഇത് നിങ്ങൾ അറിയുന്നുവെങ്കിൽ, ഇത് നിങ്ങൾ ചെയ്താൽ ഭാഗ്യവാന്മാർ. വചനം കേൾക്കുന്നത് അനുഗ്രഹമാണ്. വെളിപ്പാട് പുസ്തകത്തിലെ ആ ഉദ്ധരണി എടുത്താൽ വചനം വായിക്കുന്നവനും വായിച്ചു കേൾപ്പിക്കുന്നവനും ഭാഗ്യവാനാണ്. പക്ഷെ യേശു കർത്താവ് അന്ത്യത്താഴത്തിന് കൂടി വന്നിരിക്കുന്ന 3.5 വർഷത്തെ തന്റെ ട്രെയിനിങ് കഴിഞ്ഞ്, ആ ട്രെയിനിങ്ങിൽ എല്ലാ പ്രസംഗവും നമ്മുടെ ഭാഷയിൽ നിന്ന് പറഞ്ഞാൽ ഒരെണ്ണം പോലും വിടാതെ തച്ചിന്നിരുന്ന് എല്ലാം കേട്ട ശിഷ്യന്മാരോട് പറയുകയാണ്, നിങ്ങൾ ഇതൊക്കെ കേട്ടു, നിങ്ങളെല്ലാം അറിയുന്നു. യു ഹാവ് ഹേർഡ് ഓൾ ദീസ് മെസ്സേജസ്. ജോൺ 13:17 ഇങ്ങനെ യേശു പറയുന്നത്, ഇഫ് യു നോ ദീസ് തിങ്സ് യു ആർ ബ്ലെസ്ഡ് ഇഫ് യു ഡു ദം. നിങ്ങൾ ഇതെല്ലാം കേട്ടു, യു നോ ഓൾ ദീസ് തിങ്സ്, യു ഹാവ് ഹേർഡ് ഓൾ ദീസ് മെസ്സേജസ്, യു ആർ വെരി മച്ച് അക്വൈന്റഡ് വിത്ത് ദീസ് ട്രൂത്ത്സ്, യു ആർ ഇൻ ദ നോ. നിങ്ങൾക്ക് ഇതെല്ലാം അറിയാം. ബട്ട് യേശു പറയുന്നത്, ഇത് നിങ്ങൾ ചെയ്താൽ നിങ്ങൾ ഭാഗ്യവാന്മാർ. നമ്മളെപ്പോഴും ഒരു മെസ്സേജ് കഴിയുമ്പോഴും അല്ലെങ്കിൽ ഒരു മെസ്സേജ് കേൾക്കുമ്പോഴും പ്രായോഗിക ജീവിതത്തിലും നാം നമ്മളെ തന്നെ അളക്കേണ്ടത്, ഇതൊക്കെ എനിക്ക് അറിയാം. ഇന്ന് പാസ്റ്റർ പറഞ്ഞ മെസ്സേജിന്റെ ഒരു 90% കാര്യങ്ങൾ എനിക്ക് നേരത്തെ അറിയാവുന്ന കാര്യമോ, പുതുതായിട്ട് ഒരു 10% കാണും. നമ്മളൊരു ന്യൂ തോട്ട് കിട്ടാനൊക്കെ അല്ലയോ ഒരു മെസ്സേജ് കേൾക്കുന്നത്. പുതിയതായിട്ടൊരു ചിന്ത ഒരു പ്രസംഗത്തിൽ കിട്ടിയോ ഇല്ലയോ നല്ല ചോദ്യം. നമുക്ക് എത്രമാത്രം അറിവുണ്ടോ നല്ല ചോദ്യം. നിങ്ങൾക്ക് ഈ കാര്യങ്ങൾ അറിയാമോ? യേശു ചോദിക്കുന്നതാ. അന്ത്യത്താഴത്തിന് തങ്ങളിൽ വലിയവൻ ആരാന്ന് ചോദിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മല്ലിട്ടുകൊണ്ടിരിക്കുന്ന, യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്ന, അങ്ങോട്ടും ഇങ്ങോട്ടും യേശുവിന്റെ നിര്യാണം, യേശുവിന്റെ വേർപാട്, മരണം അടുത്തിരിക്കുമ്പോഴും ആ അന്ത്യത്താഴത്തിന് അതൊന്നും അവരെ ബോദർ ചെയ്യുന്നില്ല. അവരെ ബോദർ ചെയ്യുന്നത്, ഹൂ ഈസ് ദ ഗ്രേറ്റസ്റ്റ് അമംഗ് us? ഞങ്ങളിൽ വലിയവൻ ആരാ? ആ വലിയവൻ ആരാണെന്ന് തെരഞ്ഞന്വേഷിക്കുന്ന ആ തിരക്കിൽ യേശു അവരുടെ നടുവിൽ നിന്ന് പറയുകയാണ്, ഒരു ദാസനെ പോലെ അരയിൽ തോർത്തു ചുറ്റി ഒരു ബേസിൻ വെള്ളം എടുത്തുകൊണ്ട് അവരുടെ കാല് കഴുകുകയാണ്. With a towel in his hand, he is coming to wash their feet. And he is saying, if you know these things, good, you know these things. It is good. But if you do them, you are more blessed. നിങ്ങൾ ഇങ്ങനെ ചെയ്താൽ നിങ്ങൾ ഭാഗ്യവാന്മാർ. നമ്മളോട് തന്നെ ചോദിക്കേണ്ട ചോദ്യമാണ്. നമ്മൾ പലപ്പോഴും നമ്മുടെ ആത്മീയതയെ അളക്കുന്നത് നമ്മുടെ അറിവ് വെച്ച. ഐ നോ ദീസ് തിങ്സ്, എനിക്ക് ഈ കാര്യങ്ങൾ അറിയാം, ഇന്ന കാര്യങ്ങളെ കുറിച്ച് അറിവുണ്ട്. 1 കൊരിന്ത്യർ ലേഖനം 8-ാം അധ്യായം എടുക്കണ്ട. 1 കൊരിന്ത്യർ ലേഖനം 8-ാം അധ്യായത്തിൽ വരുമ്പോൾ
വിഗ്രഹാർപ്പിതം ഒന്നുമല്ല, ഏതുമല്ല, വിഗ്രഹങ്ങൾ ഏതുമല്ല നിങ്ങൾ അറിയുന്നു. ദൈവം ഒരുവനേ ഉള്ളൂ നിങ്ങൾ അറിയുന്നു. യു നോ ഓൾ ദീസ് തിങ്സ്. പക്ഷേ ആ നോളജ് അല്ല നമ്മളെ രക്ഷിക്കുന്നത്. അത് നമ്മുടെ ജീവിതത്തിൽ പ്രാക്ടീസ് ആകുമ്പോഴാണ്, വെൻ our knowledge becomes practical, that is where God is glorified. അതുകൊണ്ട് ഇന്ന് സന്ധ്യാസമയം എന്തറിയുന്നു എന്നല്ല ചോദ്യം. നമ്മുടെ ജീവിതത്തിൽ നാം കേൾക്കുന്ന സന്ദേശങ്ങൾ പ്രായോഗികമാക്കുവാൻ ഉള്ള ഒരു പ്രയത്നം, ഒരു സമർപ്പണം നമ്മളിലുണ്ടോ? Is there any effort to make our messages, make the messages that we hear practical in our lives? ആ ഒരു ചോദ്യം നിങ്ങളുടെ മുൻപാകെ വെച്ചുകൊണ്ട് 1 പത്രോസിന്റെ ലേഖനത്തിൽ നിന്നാണ് എനിക്ക് തന്നിരിക്കുന്ന സമയത്തിൽ നിന്നുകൊണ്ട് ദൈവത്തിന്റെ ആലോചന നിങ്ങളോട് ഞാൻ പറയുവാൻ താല്പര്യപ്പെടുന്നത്. This evening I would like to speak from the epistle of 1 Peter. 1 Peter is an epistle written in a very particular crisis moment, during a time of crisis. ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ എഴുതിയ ലേഖനമാണ് പത്രോസിന്റെ ലേഖനം. പ്രതിസന്ധി ഘട്ടം എന്ന് ഞാൻ വിശേഷിപ്പിക്കാൻ കാര്യം, പത്രോസിന്റെ വായനക്കാര് they are going through tough times. അവർ അഗ്നിശോധനയിൽ കൂടി കടന്നു പോവുകയാണ്. Times are so tough, they are about to falter. 1 പത്രോസ് 1 അധ്യായത്തിൽ നിന്നാണ് ഇന്ന് എനിക്ക് സംസാരിക്കാനുള്ളത്. എങ്കിൽ 1 പത്രോസ് 4 അധ്യായം അതിന്റെ 12 വാക്യം എടുക്കുമ്പോൾ, Beloved, do not be surprised, 1 Peter 4:12, Beloved, do not be surprised at the fiery ordeal among you, which comes upon you for your testing, as though some strange things were happening to you. So they were surprised, they were amazed, as though some strange thing was happening. അവര് ആശ്ചര്യപ്പെട്ടിരിക്കുകയാണ്. അവര് ആശ്ചര്യം പൂണ്ട് എന്തോ ഒരു അപൂർവ കാര്യം സംഭവിക്കുന്ന മട്ടിൽ അവരിയ്ക്കുക. കാരണം എന്താ? അവരൊരു അഗ്നിശോധനയിൽ കൂടി കടന്നു പോകുക. ഒരു ഫർണസിന്റെ അകത്ത്, ഒരു അഗ്നികുണ്ഡത്തിന്റെ അകത്ത്, ഒരു വറചട്ടിക്കകത്തിട്ട് വറുത്തെടുക്കുന്നത് പോലെ they are in a furnace. ഒരു മെറ്റൽ, ഒരു സ്വർണം അല്ലെ ഒരു ലോഹത്തെ ഉരുക്കി അല്ലെങ്കിൽ അതിന്റെ കീടങ്ങളെ കളയുവാൻ ഫർണസിൽ ഇടുന്നത് പോലെ ഒരു അഗ്നിസമാനമായ അഗ്നിശോധനയിൽ കൂടി കടന്നു പോകുക. അത് നമ്മൾ താഴോട്ട് വായിക്കുമ്പോൾ, കർത്താവ് നിമിത്തം, ക്രിസ്തു നിമിത്തം, ക്രിസ്ത്യാനി ആയ നിമിത്തം അവർ കഷ്ടം സഹിക്കുക. They are going through persecution. They are going through tough times. പെർസിക്യൂഷനിൽ കൂടി കടന്നു പോകുന്ന ദൈവമക്കൾക്ക് ഈ കത്തെഴുതുമ്പോൾ തീർച്ചയായും അത് അവരെ എൻകറേജ് ചെയ്യാൻ വേണ്ടി, അവരെ കർത്താവിൽ ബലപ്പെടുത്തുവാൻ വേണ്ടി, to encourage them, to tell them that not to give up, do not quit. You are going through tough times, but do not quit. അവരെ എൻകറേജ് ചെയ്തുകൊണ്ട് എഴുതുക. എന്നാ ഇവിടെ ഒരു അപൂർവ കാര്യം എന്നൊക്കെ പറയുമ്പോൾ, ഒറ്റ വാക്കിൽ പറഞ്ഞാൽ, പത്രോസിന്റെ കേൾവിക്കാര് അല്ലെങ്കിൽ വായനക്കാര് അവർ ചിന്തിക്കുമ്പോൾ അഗ്നിശോധനയിൽ കൂടി ചരിത്രത്തിൽ പോയവരെ കർത്താവ് വിടുവിച്ചിട്ടുണ്ട്. അഗ്നികുണ്ഡത്തിൽ 3 എബ്രായ ബാലന്മാരെ ഇട്ടപ്പോൾ 4ാമനായി ഇറങ്ങി വന്ന മനുഷ്യപുത്രൻ അവരെ വിടുവിച്ചു. തീയുടെ ഗന്ധം പോലും അവരുടെ വസ്ത്രത്തിൽ തൊട്ടില്ല. God saved the 3 Hebrew young men in the furnace. അത് മാത്രമല്ല, പത്രോസിനെ കാരാഗ്രഹത്തിന്റെ ഉള്ളറയിൽ നിന്ന് എല്ലാ പ്രതിബന്ധങ്ങളും അതിജീവിച്ച് പുറത്തു വരുവാൻ സഭയുടെ ശ്രദ്ധയോടുകൂടിയുള്ള പ്രാർത്ഥന കാരണമായി. Through the prayers of the church, Peter was rescued from the prison. So, കഴിഞ്ഞ നാളുകളിൽ ഭക്തന്മാർക്ക്, അവർക്ക് കത്തിടുന്ന പത്രോസിന് അത്ഭുതം ചെയ്ത ദൈവം, can he not do a miracle for them? അവർക്ക് വേണ്ടി ഒരു അത്ഭുതം ചെയ്തുകൂടെ? ഇന്നും അത്ഭുതങ്ങളുടെ ദൈവം ജീവിക്കുന്നില്ലേ? ദൈവത്തിന് വിടുവിച്ചുകൂടെ? വെരി സീരിയസ് ക്വസ്റ്റ്യൻസ്. അപ്രകാരമുള്ള ചോദ്യങ്ങൾ നമ്മളും ഇന്ന് നേരിടുന്നുണ്ട്. നമ്മൾ ഒരു പെർസിക്യൂഷനെ അല്ല ഫേസ് ചെയ്യുന്നെങ്കിലും നമ്മളൊരു പാൻഡമിക്കിൽ കൂടി കടന്നു പോവുകയാണ്. ഈ പാൻഡമിക്കിന്റെ നടുവിൽ നമ്മളും ഫേസ് ചെയ്യുന്ന ഒരു ചോദ്യമാ,
ഒരു വ്യക്തി, ഒരു അന്യനായ അപരിചിതനായ വ്യക്തി കഴിഞ്ഞ ദിവസം എന്നെ ഫോൺ വിളിച്ചു. വളരെ രസകരമായ നിലയിലാണ് എനിക്ക് തോന്നിയത്. പാസ്റ്റർമാരെല്ലാം എവിടാ, മാളത്തിൽ കയറി ഒളിച്ചോ, നിങ്ങൾക്കിപ്പം രോഗസൗഖ്യം ഒന്നും ഇല്ലയോ? ഞാൻ അദ്ദേഹത്തോട് ശാന്തമായി പറഞ്ഞു കൊടുത്തു, യേശു ഇന്നും സൗഖ്യമാക്കുന്നു. കൊറോണ രോഗസൗഖ്യം ഇല്ലാത്തതിന്റെയോ ദൈവമില്ലാത്തതിന്റെയോ ശുശ്രൂഷ ഇല്ലാത്തതിന്റെ ഒരു അടയാളമല്ല. അദ്ദേഹം ചില തിക്താനുഭവങ്ങൾ നിമിത്തമാണ് പറഞ്ഞതെന്ന് എനിക്ക് പിന്നീട് മനസ്സിലായി. എന്നാ അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമ്മുടെ മക്കൾ പോലും നമ്മളോട് God can heal. God is there in the midst of this trouble. God is working. നമ്മൾ ചിന്തിക്കുന്നത് പോലെ, പത്രോസിന്റെ വായനക്കാർ ചിന്തിക്കുന്നത് പോലെ പെർസിക്യൂഷനിൽ അങ്ങനെ ഒരു പ്രവൃത്തി, അവർ ഒരു ഇൻസ്റ്റന്റ് ഡെലിവറൻസ് കാത്തിരിക്കുമ്പോൾ പത്രോസ് പറയാണ്, do not be surprised. If you do not experience an instant deliverance, do not be surprised and see it as a strange thing. ഒരു അപൂർവ കാര്യം പോലെ ഇത് കാണരുത്. എല്ലാവർക്കും വിടുതൽ, ഞങ്ങൾക്ക് മാത്രം വിടുതലില്ല, ഇതൊരു അപൂർവ കഥയാണല്ലോ എന്ന് ചിന്തിക്കരുത്. ഇത് അപൂർവ കാര്യമല്ല. ക്രിസ്ത്യൻ ലൈഫിൽ കഷ്ടത അപൂർവമല്ല. ദൈവം വിടുവിക്കും. അവന്റെ ഹിതപ്രകാരം അവൻ നമ്മളെ അതിൽ നിന്ന് പുറത്തു കൊണ്ടുവരും. പക്ഷെ നമ്മൾ ചിന്തിക്കുന്ന സമയത്തല്ല അതിന്റെ വിടുതൽ വെളിപ്പെടുന്നത്. വിടുതൽ താമസിക്കുമ്പോൾ അതൊരു അപൂർവ കാര്യമായി ചിന്തിക്കരുത്. പലപ്പോഴും, മിക്കപ്പോഴും ദൈവപ്രവൃത്തി വിടുതലിൽ കൂടിയല്ല, ആ പ്രതിസന്ധിയിൽ കൂടി നമ്മളെ കടത്തിവിടുന്നതാണ് ദൈവപ്രവൃത്തി. അതിലാണ് ദൈവത്തിന്റെ പ്രവൃത്തി അടങ്ങിയിരിക്കുന്നത്. This is not a strange thing. God's working in the midst of this. Jesus did not say you may have tribulation in the world. You will have tribulation in the world. നിങ്ങൾക്ക് ലോകത്തിൽ കഷ്ടം ഉണ്ടായേക്കാമെന്നല്ല, ഒരുപക്ഷെ ഉണ്ടാകാമെന്നല്ല. നിങ്ങൾക്ക് ലോകത്തിൽ കഷ്ടമുണ്ട്, എന്നാൽ ധൈര്യപ്പെടുവീൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. That is the promise of Jesus. So പത്രോസ് ഇവിടെ ഒരു ഇൻസ്റ്റന്റ് ഡെലിവറൻസ് അല്ല പ്രോമിസ് ചെയ്യുന്നത്. ഒരുപക്ഷെ ദൈവം അവരെ പിന്നീട് വിടുവിച്ചേക്കാം. പക്ഷേ ഈ ലേഖനത്തിലെ ഓരോ വാക്യ അംശങ്ങളും പരിശോധിച്ചാലും ഒരിടത്തും പത്രോസ് അങ്ങനെയുള്ള ഉടനടി മറുപടി അല്ല അവർക്ക് വാക്ക് പറയുന്നത്. അവരെ ഒരു വേറൊരു കാഴ്ച, ഒരു ആത്മീയ വെളിപ്പാടിലേക്ക് കരം പിടിച്ച് ഉയർത്തിക്കൊണ്ട് പീറ്റർ ഈസ് പോയിന്റിംഗ് ടു സംതിങ് ബിഗർ. അതാണ് ഈ ലേഖനത്തിന്റെ ഒരു മുഖ്യ പ്രമേയം. 1 പത്രോസ് 5-ാം അധ്യായം 12-ാം വാക്യത്തിൽ വരുമ്പോൾ അതിന്റെ 2-ാം ഭാഗം, I have returned to you briefly, exhorting and testifying that this is the true grace of God. Stand firm in it. 1 Peter 5:12. ഇതാകുന്നു ദൈവത്തിന്റെ യഥാർത്ഥ കൃപ, യഥാർത്ഥ ദൈവകൃപ. ഇതിൽ ഉറച്ചു നിൽക്കുക. മലയാളത്തിൽ അതൊരു ഒരു പ്രയോഗം, ഒരു സാധാരണ പ്രയോഗമായിട്ട് നമുക്ക് തോന്നുമ്പോൾ ഇംഗ്ലീഷിൽ വളരെ വ്യക്തമാണ്. ഇതൊരു കൽപ്പനയാണ്. This is the true grace of God. ഇതാകുന്നു യഥാർത്ഥ ദൈവകൃപ. സ്റ്റാൻഡ് ഫേം ഇൻ ഇറ്റ്. ഇംപെറേറ്റീവ്, ഒരു കമാൻഡാ, ഒരു കൽപ്പനയാണ്, ഒരു അഭിപ്രായമല്ല, ഒരു സജഷൻ അല്ല. ഇറ്റ്സ് എ കമാൻഡ്. ദിസ്, ഇതാകുന്നു എന്ന് പറഞ്ഞാൽ ഈ ലേഖനത്തിന്റെ മുഖ്യ പ്രമേയം, 5-ാം അധ്യായത്തിലെ ഈ വാക്യം വരെ ലേഖനകർത്താവായ പത്രോസ് ഈ പീഡനത്തിൽ കൂടി കടന്നു പോകുന്ന ദൈവമക്കൾക്ക് എഴുതിയ ഈ ലേഖനത്തിൽ കൂടി പ്രതിപാദിച്ചത് എന്താ? ദൈവകൃപയുടെ യഥാർത്ഥ അർത്ഥം എന്താ? അതിൽ നിലനിൽക്കുവാനുള്ള ഒരു എൻകറേജ്മെന്റ് ആണ്, ഒരു കൽപ്പനയാണ്, ഒരു എക്സോർട്ടേഷൻ ആണ്. സ്റ്റാൻഡ് ഫേം ഇൻ ദ ട്രൂ ഗ്രേസ് ഓഫ് ഗോഡ്. ആ ട്രൂ എന്ന വാക്ക് കാണുമ്പോഴേ എന്റെ മനസ്സിൽ വളരെ തെളിഞ്ഞു വരുന്നത്, പത്രോസ് ഉദ്ദേശിക്കുന്നത് ട്രൂ ഗ്രേസ് ഉണ്ടെങ്കിൽ ഒരു ഫോൾസ് ഗ്രേസ് ഉണ്ട്. പല വ്യാജ കൃപകൾ കമ്പോളത്തിൽ ആത്മീയ സമൂഹത്തിൽ വ്യാപരിക്കുമ്പോൾ, പ്രചാരം നേടുമ്പോൾ, Peter is saying, don't go after any grace of God, any false version, any duplicate, any cheap substitute. Go after, stand firm in the true grace of God. യഥാർത്ഥ ദൈവകൃപയിൽ നിൽക്കുക. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ഈ രാത്രിയിലും ഒരു ദൈവദാസൻ എന്ന നിലയിൽ എനിക്ക് വിവിധ പ്രതിസന്ധികളിൽ കൂടി, ജീവിത സാഹചര്യങ്ങളിൽ ചോദ്യചിഹ്നങ്ങളുടെ നടുവിൽ നിൽക്കുന്നവരെ കാണിക്കാനുള്ളത് യഥാർത്ഥ ദൈവകൃപയാണ്. അത് കാണിച്ചുകൊണ്ട് അതിൽ നിൽക്കുവാനുള്ള ഒരു പ്രചോദനം, ഒരു എൻകറേജ്മെന്റ് ആണ്
പത്രോസിന്റെ ലേഖനത്തിൽ നിന്ന് ഇന്ന് സന്ധ്യാസമയം നിങ്ങൾക്ക് പകരുവാനുള്ളത്? പത്രോസിന്റെ ലേഖനം നമ്മൾ വേഗം ഒന്ന് നോക്കുമ്പോൾ മൂന്നായിട്ട് നമുക്കതിനെ മനസ്സിലാക്കാൻ കഴിയും. 3 തലക്കെട്ടിൽ പത്രോസിന്റെ ലേഖനത്തെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. 1-ാം അധ്യായം 1-ാം വാക്യം മുതൽ 2-ാം അധ്യായം അതിന്റെ 12-ാം വാക്യം വരെ രക്ഷയിൽ വെളിപ്പെട്ട ദൈവകൃപ. ഈ ദൈവകൃപയുടെ 3 മുഖങ്ങളായി നമുക്ക് ചിന്തിക്കാം. ഗോഡ്സ് ഗ്രേസ് റിവീൽഡ് ഇൻ സാൽവേഷൻ. 2:13 മുതൽ 3:12 വരെ ഗോഡ്സ് ഗ്രേസ് റിവീൽഡ് ഇൻ സബ്മിഷൻ. വിധേയത്വത്തിൽ വെളിപ്പെടുന്ന ദൈവകൃപ. 3-ാം അധ്യായം 13-ാം വാക്യം മുതൽ 3:13 to 5:14 ഗോഡ്സ് ഗ്രേസ് റിവീൽഡ് ഇൻ സഫറിംഗ്. കഷ്ടതയിൽ വെളിപ്പെട്ട ദൈവകൃപ. ഞാൻ ഒരിക്കൽ കൂടി പറയാം. ചാപ്റ്റർ 1 verses 1 to 2 verses 12 God's grace revealed in salvation. 1 Peter chapter 2 verse 13 to 3 verse 12 God's grace revealed in submission. 3:13 to 5:14 that is God's grace revealed in suffering. ദൈവകൃപയുടെ 3 മുഖങ്ങളാണ്. ഇതിൽ തന്നെ ഈ ദൈവകൃപ പറഞ്ഞു വരുമ്പോൾ പത്രോസ് വളരെ വ്യാപ്തമായ നിലയിലാണ് ഇന്നലത്തെ അനുഭവങ്ങളും ഇന്നിന്റെ അനുഭവങ്ങളും നാളെ വെളിപ്പെടാനുള്ള ഒരു ദൈവകൃപയായിട്ടാണ് ദൈവകൃപയെ പത്രോസ് ചിത്രീകരിക്കുന്നത്. ഇന്നത്തെ മുഖ്യ ചിന്തയ്ക്കായി 1 പത്രോസ് 1-ാം അധ്യായം 13 മുതലുള്ള വാക്യങ്ങളാണ് എനിക്ക് നിങ്ങളുടെ മുൻപാകെ കൊണ്ടുവരാനുള്ളത്. 1 Peter chapter 1 verses 13 onwards. I will read in English. 1 Peter chapter 1 verses 13 onwards. Therefore, prepare your minds for action. Keep sober in spirit. Fix your hope completely in the grace on the grace to be brought at the revelation of Jesus Christ. As obedient children, do not be conformed to the former lusts which were yours in ignorance, but like the Holy One who called you, be holy yourselves also in all your behavior. Verse 16, because it is written, you shall be holy, for I am holy. Verse 17, if you address as Father the one who impartially judges according to each one's work, conduct yourself in fear during your time of stay on the earth. Okay. We can look at 18 and 19 also, but in the beginning I would like to bring your attention to these verses from 13 onwards. Therefore, don't forget the theme of this letter. The theme of this letter is the grace of God, that is grace of God. In verse 13, agayal. Whenever we come across such phrases, we must always stop for a moment, because the truth, the meaning always lies in its background, in its context. Today, one of the biggest problem is we try to understand it, and we like to in the new year we get a promise verse, because we never read which chapter, which verse. We only have that verse, but most of the time it is in some other context, talking about some other people, but we try to find comfort in that. Sometimes it is just a part of the verse, but Bible is not to be understood like that. ഒരിക്കലും ഏറ്റവും മുറിയുമായിട്ടുള്ള ബൈബിൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് അതിന്റെ പശ്ചാത്തലത്തിലാണ് ബൈബിൾ മനസ്സിലാക്കേണ്ടത്. അതിന്റെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് വേണം. കാരണം ഇതൊരു ഒരു കത്തിലെ അർത്ഥം മനസ്സിലാക്കണമെങ്കിൽ അതിന്റെ മുന്നും പുറകും ഉണ്ട്, അതിന്റെ തുടക്കവും ഒടുക്കവും ഉണ്ട്. ആ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് കത്ത് മനസ്സിലാക്കണം. ആകയാൽ എന്ന് പറയുമ്പോൾ അത് മുൻപുള്ള വാക്യവുമായിട്ടുള്ള ബന്ധം കാണിക്കേ. മുൻപുള്ള വാക്യത്തിൽ എന്താന്ന് ചോദിച്ചാൽ, ഒറ്റ വാക്കിൽ പറഞ്ഞാൽ, വളരെ സംക്ഷിപ്തമായി പറഞ്ഞാൽ, 12 വരെയുള്ള വാക്യങ്ങളിൽ പത്രോസ് അപ്പോസ്തലൻ രക്ഷയിലുള്ള ദൈവകൃപയുടെ ഒരു
മുഖ്യമായൊരു കാര്യം പറഞ്ഞു വരികയാണ്. ഈ ദൈവമക്കളെ ഓർക്കുമ്പോൾ 3-ാം വാക്യത്തിൽ തന്നെ പത്രോസ് അവർക്ക് വേണ്ടി ദൈവത്തെ സ്തുതിക്കുക. ബ്ലെസ്ഡ് ബി ദ ഗോഡ് ആൻഡ് ഫാദർ ഓഫ് അവർ ലോർഡ് ജീസസ് ക്രൈസ്റ്റ്, who according to his great mercy has caused us to be born again to a living hope through the resurrection of Jesus Christ from the dead. മരിച്ചവരിൽ നിന്നുള്ള പുനരുത്ഥാനം നിമിത്തം ജീവനുള്ള പ്രത്യാശയെ ഞങ്ങളെ വീണ്ടും ജനിപ്പിച്ച് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുക, ആരാധിക്കുക. ആരാധിക്കാനും സ്തുതിക്കാനും കാരണം എന്താ? സ്തുതിക്കാനുള്ള വിശേഷം എന്താ? ഒരു ജീവനുള്ള പ്രത്യാശ ദൈവം തന്നിട്ടുണ്ട്. ദൈവകൃപ ദൈവജനത്തിൽ പ്രവർത്തിച്ചപ്പോൾ അവരിൽ പ്രത്യാശ ജനിച്ചു. ആർക്കും കവർന്നു കളയാൻ കഴിയാത്ത ഒരു പ്രത്യാശ, ഒരു ജീവനുള്ള പ്രത്യാശ. ജീവനുള്ള പ്രത്യാശ അവരുടെ ഇന്നലകളിൽ അവരെ രക്ഷിച്ചു, അവർക്ക് വീണ്ടും ജന്മം നൽകി, അവർക്കിന്ന് സന്തോഷവും ദുഃഖത്തിന്റെ നടുവിൽ അവർക്ക് ഉറച്ചു നിൽക്കുവാനും ദൈവത്തെ കാണാത്ത യേശുവിനെ സ്നേഹിക്കുവാനും ഒക്കെ സഹായിക്കുക. 8-ാം വാക്യം പറയുന്നത് പോലെ നിങ്ങൾ അവനെ കണ്ടിട്ടില്ല, കാണാതെ അവനെ സ്നേഹിക്കുന്നു, കാണാതെ അവനെ വിശ്വസിക്കുന്നു, പറഞ്ഞു തീരാത്തതും മഹിമയുള്ള സന്തോഷത്താൽ നിങ്ങൾ ആനന്ദിക്കുന്നു. ക്രിസ്ത്യ ജീവിതത്തിൽ ദുഃഖമുണ്ട്, അഗ്നിശോധനയുണ്ട്, വിശ്വാസത്തിന്റെ പരിശോധനയിൽ കൂടി കടന്നു പോകുന്നവരാ. പക്ഷെ അതിന്റെ നടുവിൽ ദൈവകൃപ അവരെ നിർത്തുന്നു. ആ ദൈവകൃപ അവരെ രക്ഷിച്ചു. 3-ാം വാക്യം പറയുന്നത് പോലെ ദൈവത്തിന്റെ കരുണാധിക്യ പ്രകാരം അവരെ ജീവനുള്ള പ്രത്യാശയിലേക്ക് വീണ്ടും ജനിപ്പിച്ചു. എന്നാൽ ദൈവകൃപയുടെ ഒരു പ്രവർത്തനമാണ്. എഫേസ്യ ലേഖനം 2-8 വാക്യം പറയുന്നത് പോലെ കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടത്. കൃപ എന്ന വാക്ക് കേൾക്കുമ്പോൾ നമ്മൾ എപ്പോഴും മനസ്സിലാക്കുന്നത് ആ രക്ഷയിൽ വ്യാപരിച്ച ദൈവകൃപ. ഞാൻ ഒരിക്കലും വിശ്വസിക്കാൻ സാധ്യതയുള്ള വ്യക്തിയല്ലായിരുന്നു. ഞാൻ എന്നും ഈ മാർഗത്തെ ദുഷിച്ച വ്യക്തിയാണ്. ഐ ഓൾവേസ് സ്റ്റുഡ് അഗെയിൻസ്റ്റ് ദ ക്രിസ്ത്യൻ ഫെയ്ത്ത്. ഇത് പണ്ട് എനിക്കൊരു കളിതമാശയായി തോന്നി. പക്ഷെ എവിടോ വെച്ച് ഇതിന്റെ സത്യം എനിക്ക് മനസ്സിലായി. Earlier I used to mock this. I used to see this as nothing in particular. I used to ridicule this. But now I have seen the truth in this. I have understood that there is something to it. എനിക്ക് എവിടോ വെച്ച് ഒരു ദൈവിക സ്പർശനം ഉണ്ടായി. ഒരു മെസ്സേജ് കേട്ടപ്പോഴായിരിക്കും, ഒരു വ്യക്തി സംസാരിച്ചപ്പോഴായിരിക്കും, ഒരു കൂട്ടായ്മയിൽ പോയപ്പോഴായിരിക്കും ദൈവകൃപ എന്നെ ടച്ച് ചെയ്തു. God's grace has touched me. അത് എല്ലാവർക്കും പറയാം, എന്നെ കേൾക്കുന്ന എല്ലാവർക്കും പറയാം. ദൈവകൃപ ഒരിക്കൽ സ്പർശിച്ചവരാണ് എന്നെ കേൾക്കുന്നത്. കാണാത്ത യേശുവിനോട് ഉള്ളിൽ സ്നേഹമുണ്ടായി. അല്ലാതെ 2000 വർഷം മുൻപ് ജീവിച്ച ഒരു വ്യക്തി എനിക്ക് വേണ്ടി മരിച്ചെന്നൊക്കെ പറയുമ്പോൾ പണ്ട് കേട്ടപ്പോൾ എനിക്കൊരു ഒരു 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 മിഥ്യാധാരണ പോലെ, ഒരു പഴങ്കഥ പോലെ തോന്നി. പക്ഷെ ദൈവകൃപ എന്നിൽ ക്രിയ ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായത് വെറും ഒരു കഥയല്ല, വെറും ഒരു കിഴവിക്കഥയല്ല, ഒരു സത്യമാണെന്നും യേശു എന്റെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചുവെന്നും യേശു ഉയർത്തെഴുന്നേറ്റുവെന്ന് എനിക്ക് ബോധ്യമായി. അതാണ് ദൈവകൃപ ഭൂതകാലത്തിൽ നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെട്ടത്. ഇൻ ദ പാസ്റ്റ് ഗോഡ്സ് ഗ്രേസ് വർക്ക്ഡ് ഇൻ us. ഈ ദൈവകൃപ ഇന്നും പ്രവർത്തിക്കുന്നു. അതാണ് പറയുന്നത്, നിങ്ങളുടെ വിശ്വാസത്തിന്റെ പരിശോധന പൊന്നിനേക്കാൾ വിലയുള്ളതാ. പൊന്നിനേക്കാൾ വിലയുള്ള വിശ്വാസത്തിന്റെ പരിശോധന. വിശ്വസിച്ചത് എന്തോ ലോകത്തിൽ എന്തെങ്കിലും നേട്ടം തന്നെന്നല്ല, വളരെ പരിശോധനയിൽ കൂടി കടന്നു പോവുകയാണ്. എങ്കിലും ഇതിൽ നിങ്ങൾ ആനന്ദിക്കുന്നു. എന്നാൽ ദൈവകൃപ വെളിപ്പെട്ടത് കൊണ്ട് പരിശോധനയുടെ നടുവിൽ ആനന്ദിക്കാൻ കഴിയുന്നു. എന്നിട്ട് 10 മുതലുള്ള വാക്യങ്ങളിൽ പത്രോസ് അപ്പോസ്തലൻ പറയുന്നത് ഈ ദൈവകൃപയെ കുറിച്ച്, ഈ രക്ഷയെ കുറിച്ച് പ്രവാചകന്മാർ മുൻകൂട്ടി എഴുതിയിരുന്നു. അവരിലുള്ള ക്രിസ്തുവിന്റെ ആത്മാവ് ക്രിസ്തുവിന്റെ കഷ്ടതയെ കുറിച്ചും വെളിപ്പെടാനുള്ള തേജസ്സിനെ കുറിച്ചും പ്രവചിച്ചിരുന്നു. അവരിത് എപ്പോഴാണ് ഇതിന്റെ സമയവും കാലവും മനസ്സിലാക്കുവാൻ അവർ അന്വേഷണം നടത്തി, ഒരു റിസർച്ച് നടത്തി. They did careful search and inquiry to understand the time, because the Spirit of Christ in them told them that Christ is going to come, there is going to be suffering, there is going to be glory. ക്രിസ്തുവിന്റെ കഷ്ടതയെ കുറിച്ചും വെളിപ്പെടാനുള്ള തേജസ്സിനെ കുറിച്ചും അവരിലുള്ള ക്രിസ്തുവിന്റെ ആത്മാവ്, ജീസസിന്റെ സ്പിരിറ്റ് അവരുടെ ഉള്ളിൽ ക്രിയ ചെയ്ത് അവരോട് ഇടപെട്ടു. ആ ക്രിസ്തുവിന്റെ ആത്മാവ് ഇന്നും അവരോട് സംസാരിച്ചുകൊണ്ടിരിക്കുക.
ഇന്നും ഈ ദൈവമക്കളിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. ആ ക്രിസ്തുവിന്റെ ആത്മാവുള്ള പ്രവാചകന്മാർ യേശുവിന്റെ കഷ്ടതയെക്കുറിച്ച് പ്രവചിച്ചു, യേശുവിന്റെ മഹത്വത്തെക്കുറിച്ച് പ്രവചിച്ചു. പക്ഷെ അവർക്കറിയത്തില്ലായിരുന്നു ഈ കഷ്ടതയും മഹത്വവും രണ്ട് വരവുകളാണ്, രണ്ട് കൊടുമുടികൾ. നിങ്ങൾ ചിന്തിച്ചാൽ 2 മൗണ്ടൻ പീക്സ്, ഇടയ്ക്കൊരു വാലി. ഇതുപോലെയായിരുന്നു ഈ പഴയ നിയമ പ്രവാചകന്മാർ ഈ 2 മൗണ്ടൻ പീക്സ്, ഈ 2 കൊടുമുടികൾ കണ്ടു. പക്ഷേ ഇതിന്റെ ഇടയിലുള്ള താഴ്വര അവർക്ക് കാണാൻ കഴിഞ്ഞില്ല. ആ താഴ്വര കാണാത്തത് കൊണ്ട് അവരോർത്തു ഇതെല്ലാം ഒരുമിച്ചായിരിക്കും. അവരിത് അറിയാനൊക്കെ ശ്രമിച്ചു. 12-ാം വാക്യം നോക്കി, 1 Peter 1:12. It was revealed to them that they were not serving themselves, but they were in these things they were serving you, because they were speaking about the gospel which was preached to you by the Holy Spirit who came from heaven. ദൂതന്മാർ കുനിഞ്ഞു നോക്കുവാൻ ആഗ്രഹിക്കുന്ന ഈ സത്യം നിങ്ങളോട് പരിശുദ്ധാത്മാവ് അയച്ച വ്യക്തികൾ മുഖാന്തരം നിങ്ങൾ കേട്ട ഈ കൃപയെ കുറിച്ചാണ് അവർ ആരാഞ്ഞറിയാൻ ശ്രമിച്ചത്. അവർ നിങ്ങളെ ശുശ്രൂഷിക്കുമായിരുന്നു. എന്നിട്ടാണ് പറയുന്നത്, ആകയാൽ ഇപ്പോൾ നിങ്ങൾക്ക് വെളിപ്പെട്ട ഈ കൃപയെ കുറിച്ച് ഗ്രഹിപ്പാനാണ് അവർ ശ്രമിച്ചത്. ദൂതന്മാർ കുഞ്ഞു നോക്കുന്ന കൃപയാണിത്. പഴയ നിയമ വിശുദ്ധന്മാർ ഈ കൃപയെ കുറിച്ചാണ് എഴുതിയത്. ഈ കൃപ നിങ്ങൾ അനുഭവിച്ചു. ഈ കൃപയുടെ ഒരു സ്വാദ് നിങ്ങൾക്ക് കിട്ടി. ഈ കൃപ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു, നിങ്ങളുടെ കുടുംബത്തെ മാറ്റി, നിങ്ങളുടെ തകർച്ചയെ മാറ്റി, നിങ്ങൾക്കൊരു പുതിയ തുടക്കം തന്നു. ഈ ദൈവകൃപ അനുഭവിച്ച ദൈവമക്കൾ അത് അസൂയയോട് പഴയ നിയമ വിശുദ്ധന്മാർ നോക്കിയായിരുന്നു. അവർക്കത് അനുഭവിക്കാൻ പൂർണ്ണമായി കഴിഞ്ഞില്ല. അതിനെക്കുറിച്ച് പ്രവചിച്ചേ ഉള്ളു. ദൂതന്മാർ കുനിഞ്ഞു നോക്കിയ അവർക്ക് പോലും ഈ കൃപ അനുഭവിക്കാൻ കഴിയത്തില്ല. ഈ കൃപ അനുഭവിച്ച ദൈവമക്കൾക്കായി ഞാൻ സ്തോത്രം ചെയ്യുക. I praise my God for the people who are experiencing this grace. Angels also cannot experience this grace. Old Testament prophets did not know anything much about this grace. They just looked ahead. They just wrote about that something. They were serving us. പഴയ നിയമം ചില കഥകൾ മാത്രമല്ല, ദാവീദും ഗോലിയാത്തും ചില സംഭവങ്ങൾ മാത്രമല്ല, പഴയ നിയമ പ്രവാചകന്മാരും എഴുത്തുകളും സംഭവങ്ങളുടെ വിവരണം തരികയല്ല, നമ്മൾ അനുഭവിക്കാനിരിക്കുന്ന കൃപയെ കുറിച്ച് അവർ എഴുതുകയായിരുന്നു. അവർ നമ്മളെ ശുശ്രൂഷിക്കുകയായിരുന്നു. നമ്മൾ എത്ര ഭാഗ്യമുള്ള, ഇതുപോൽ ഭാഗ്യമുള്ള വേറെ ജാതി ഉണ്ടോ? ദൂതർക്കും കൂടെ അവകാശം ലഭ്യമാകാ ഉള്ള രക്ഷ ദൂതറിയിച്ചിടാൻ ഭാഗ്യം ലഭിച്ചെനിക്ക്. ദൂതഗണം കാവലായിത്തൻ അനുദിനം എനിക്കവൻ നൂതനമാം ദൂതുകളും നൽകുന്നു തൻ കൃപയാൽ എന്ന് പാട്ടുകാരൻ പാടുന്നത് പോലെ. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, we are a privileged people. We have received the grace of God like no other people in history. ചരിത്രത്തിൽ വേറെ ആർക്കും കിട്ടാത്ത ദൈവകൃപ പ്രാപിച്ച ഒരു കൂട്ടരാണ് എന്നെ കേൾക്കുന്ന മാരാനാഥ ദൈവസഭയിലെ ദൈവമക്കൾ. ആ ഭാഗ്യം ലഭിച്ചവർ തങ്ങളെ കൈകളെ ഉയർത്തുന്ന കർത്താവിനെ സ്തുതിച്ച്, എനിക്ക് ആ കൃപ ലഭിച്ചല്ലോ. എന്റെ കൂട്ടത്തിലുള്ള, എന്റെ കുടുംബത്തിലുള്ള, എന്റെ കൂടെ പഠിച്ചവർ, എന്റെ വീട്ടുകാരിൽ പലർക്കും ആ ഗ്രേസ് കിട്ടിയില്ല. ബട്ട് ഐ റിസീവ്ഡ് ദിസ് ഗ്രേസ്. ഐ വാസ് ടച്ച്ഡ് ബൈ ദിസ് ഗ്രേസ്. ഗൾഫിൽ ചെന്നിട്ടായിരിക്കും പഴയ നിയമ പ്രവാചകൻ പറയുന്നത് പോലെ മരുഭൂമിയിൽ കൊണ്ടുപോയി ഞാൻ അവളോട് ഹൃദ്യമായി സംസാരിക്കും. അങ്ങനെ മരുഭൂമിയുടെ ഏകാന്തതയിൽ ഹൃദ്യമായി സംസാരിച്ചായിരിക്കും. ഏതോ ജീവിത സാഹചര്യത്തിലെ വഴിമുട്ടിയ അവസ്ഥയിലായിരിക്കും. എവിടെ വെച്ചായാലും, സാഹചര്യം എന്തായാലും, ദൈവത്തിന്റെ കൃപ നമ്മളെ തേടി വന്നു. ഈ ക്രൂഷ്യൻ സ്നേഹം തേടിയതല്ല ഞാൻ നിന്നെ, ഈ ക്രൂഷ്യൻ സ്നേഹം തേടിയ പാപിയാം എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ദിസ് ഗ്രേസ് ടച്ച്ഡ് us. അതുകൊണ്ട് therefore എന്ത് ചെയ്യണം? നിങ്ങളുടെ മനസ്സ് ഉറപ്പിച്ച് നിർമ്മതരായിരിപ്പീൻ. Prepare your mind for action. ഇവിടെ പത്രോസ് അപ്പോസ്തലൻ ആരോടാ സംസാരിക്കും നമ്മൾ മനസ്സിലാക്കണം. പത്രോസ് അപ്പോസ്തലൻ ജാതിക പശ്ചാത്തലത്തിന് വരുന്ന ഒരു കൂട്ടരോടാ പറയുന്നത്. 1-ാം അധ്യായം 1-ാം വാക്യം വായിക്കും നമുക്ക് അറിയാതെ തോന്നിപ്പോവും ഇവർ യഹൂദന്മാരായിരിക്കും,
ചിതറിപ്പോയ യഹൂദന്മാരായിരിക്കും. പക്ഷെ 14-ാം വാക്യമൊക്കെ നോക്കിയാൽ എന്താ 14-ാം വാക്യം പറയുന്നത്? പണ്ട് നിങ്ങളുടെ അജ്ഞാന കാലത്തുണ്ടായിരുന്ന മോഹങ്ങളെ മാതൃകയാക്കാതെ. ഇവർ അജ്ഞാന കാലത്ത് ജീവിച്ച വ്യക്തികളാ. അതിന്റെ അർത്ഥം ഇവർ ജാതികളാ. 18-ാം വാക്യം പറയുന്നത് പോലെ വ്യർത്ഥവും പിതൃപാരമ്പര്യമായ നടപ്പിൽ നിന്ന് ഒരു വ്യർത്ഥമായ പിതൃപാരമ്പര്യമായ ജീവിതമുണ്ട്. ഒരു സിൻഫുൾ പാസ്റ്റ് ഉണ്ട്. പിതാക്കന്മാരിൽ നിന്ന് കൈമുതലായി കിട്ടിയ ഒരു തെറ്റായ റോങ് ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. അവർ ജൂസ് അല്ല, യഹൂദന്മാരല്ല, ദൈവത്തെക്കുറിച്ച് ജ്ഞാനമുള്ളവരല്ല, അജ്ഞാന കാലത്തിൽ ജീവിച്ചവരാ. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, നമ്മളും ഇങ്ങനെ ജാതിക പശ്ചാത്തലത്തിലുള്ളവരായിരുന്നു. ജാതികളുടെ മോഹം അനുസരിച്ച് അജ്ഞാന കാലത്തിൽ ജീവിച്ചവരായിരുന്നു. നമ്മൾ പല കുടുംബ മഹിമയൊക്കെ പറയുമെങ്കിലും നമുക്ക് കൈമുതലായി പിതാക്കന്മാരിൽ നിന്ന് അല്പം പണം എല്ലാം കിട്ടിക്കാണും. പക്ഷെ പത്രോസ് പറയുന്നത് പോലെ നമ്മുടെ പിതാക്കന്മാരിൽ നിന്ന് കൈമുതലായി ഭൂസ്വത്തായി കിട്ടിയത് എന്താന്ന് ചോദിച്ചാൽ, ഫോർ ഫാദേഴ്സിൽ നിന്ന് കിട്ടിയത്, ഇൻഹെറിറ്റ് ചെയ്തത് ഒരു ഫ്യൂട്ടൈൽ വേ ഓഫ് ലൈഫാ, ഒരു വ്യർത്ഥവും പിതൃപാരമ്പര്യമായ നടപ്പ, അർത്ഥമില്ലാത്ത, ദൈവത്തെ പ്രസാദിപ്പിക്കാത്ത, ദൈവത്തിന്റെ ഹൃദയത്തെ മുറിപ്പെടുത്തുന്ന ഒരു ജീവിത ശൈലിയാണ് നമുക്ക് കൈമുതലായി കിട്ടിയത്. പക്ഷെ അവിടെ നിന്ന് ദൈവകൃപ നമ്മളെ രക്ഷിച്ചു. ഒരിക്കലും യഹൂദ പശ്ചാത്തലമായിട്ട് ഒരു ബന്ധവുമില്ലാത്ത നമ്മളെ ദൈവത്തിന്റെ കുടുംബത്തിലാക്കി. എങ്ങനെ ആക്കി? വീണ്ടും ജനനത്താൽ ദൈവ കുടുംബത്തിൽ ജനിച്ച് ആ കുടുംബത്തിന്റെ ഓഹരിക്കാരാക്കി നമ്മളെ മാറ്റി. ആ പദവി ഓർക്കുമ്പോൾ നമ്മൾ ആത്മാവിലാകണം. ആ പദവി കിട്ടിയവരോട് പറയുകയാണ്, നിങ്ങളുടെ മനസ്സുറപ്പിച്ച് നിർമ്മതരായിരിപ്പി. നിങ്ങളുടെ മനസ്സുറപ്പിക്കണം. അതിന്റെ മൂലഭാഷയിൽ വരുമ്പോൾ therefore, എന്റെ ഇംഗ്ലീഷ് തർജ്ജമയിൽ എഴുതിയിരിക്കുന്നത് പ്രിപ്പയർ യുവർ മൈൻഡ് ഫോർ ആക്ഷൻ ആണെങ്കിൽ അതിന്റെ മൂലഭാഷ ഇങ്ങനെയാണ്. എന്റെ മാർജിനിലാണ് ഞാനത് കാണുന്നത്. ഗേർഡ് ദ ലോയിൻസ് ഓഫ് യുവർ മൈൻഡ്. നിങ്ങളുടെ മനസ്സിന്റെ അരക്കച്ച കെട്ടുക. നിങ്ങളുടെ മനസ്സിന്റെ അരകെട്ടുക. ഒരു വ്യക്തി ബെൽറ്റ് ധരിക്കുന്നത് പോലെ പണ്ട് കാലത്ത് ഒരു വ്യക്തി അരക്കച്ച ധരിച്ചുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങുന്നത് പോലെ, യാത്രയ്ക്ക് ഒരുമ്പെടുന്നത് പോലെ, ഒരു ഇറങ്ങിത്തിരിക്കുന്നത് പോലെ, ഗേർഡ് ദ ലോയിൻസ് ഓഫ് യുവർ മൈൻഡ്. ഇത് മനസ്സിലാക്കണമെങ്കിൽ നമ്മുടെ മനസ്സിൽ ഒരു ചിത്രം വേണം. എ പിക്ചർ മസ്റ്റ് കം ടു അവർ മൈൻഡ്. ഇവിടുത്തെ പ്രധാന ദൂത് നമ്മൾ ഉൾക്കൊള്ളണമെങ്കിൽ ഒരു പിക്ചർ നമ്മുടെ മൈൻഡിൽ വരണം. ഏത് പിക്ചറാന്ന് ചോദിച്ചാൽ, മിസ്രൈമിൽ നിന്ന് ഇറങ്ങിപ്പുറപ്പെട്ട, മിസ്രൈമിൽ നിന്ന് വാഗ്ദത്ത നാട്ടിലേക്ക് പോയ ഒരു കൂട്ടം, a group of people who left the house of slavery, Egypt, and went to the promised land. So get a picture, imagine. അവരുടെ ആ വാക്യങ്ങളൊന്നും ഞാൻ പോകുന്നില്ല, പഴയ നിയമത്തിലെ വാക്യങ്ങൾ കാണിക്കാൻ ഇപ്പോൾ പോകുന്നില്ല. ഈ മനസ്സിന്റെ അരകെട്ടുക എന്ന് പറഞ്ഞാൽ 10ാമത്തെ ബാധ, കടിഞ്ഞൂൽ സംഹാരത്തിന് സമയത്ത് പെസഹ ആചരിക്കുകയാണ്. സംഹാരകൻ മിസ്രൈമ്യ വീടുകളിലെ കടിഞ്ഞൂലിനെ സംഹരിക്കുമ്പോൾ, killing the firstborn, the destroyer is passing through. രക്തമടയാളമായ വീടുകളെ ബൈപ്പാസ് ചെയ്ത് പോകുമ്പോൾ ഇവർ പെസഹ ആചരിക്കുക. എങ്ങനെ ആചരിക്കുന്നത്? നമ്മളിൽ പലരും ഓഫീസിലൊക്കെ പോകുമ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ സമയമില്ല. നമ്മൾ എന്ത് ചെയ്യും? ഒരു കഷ്ണം ബ്രെഡ് കടിച്ചു പിടിച്ച് പെട്ടെന്ന് ഒരുങ്ങി ഓടുന്നത് പോലെ ഇവർ എങ്ങനെ അവസാനത്തെ അത്താഴം കഴിച്ചെന്ന് അറിയാമോ? ഇവരെങ്ങനെ പെസഹ ആചരിച്ചെന്ന് അറിയാമോ? അരകെട്ടി ഒരുങ്ങാനുള്ള, പോകാനുള്ള, ഇറങ്ങി പുറപ്പെടുവാനുള്ള തിടുക്കത്തോടു കൂടിയാണ് അവർ അത്താഴം കഴിച്ചത്. ആദ്യത്തെ പെസഹ ആചരിച്ചത് ബെൽറ്റ് ഇട്ടുകൊണ്ട. ബെൽറ്റ് ഇടുക എന്ന് പറഞ്ഞാൽ യാത്രയ്ക്ക് ഇറങ്ങിയ, 400 വർഷത്തെ അടിമത്തത്തിൽ നിന്ന് ഇറങ്ങിത്തിരിക്കാനുള്ള ഒരു ഒരുക്കത്തോടുകൂടി ഇവർ പെസഹ കഴിച്ചതുപോലെ അവരോട് ദൈവം പ്രത്യേകിച്ച് പറഞ്ഞു, എങ്ങനത്തെ കുഞ്ഞാടായിരിക്കണം, എങ്ങനെ ആയിരിക്കണം പെസഹ ആചരിക്കേണ്ടത്. ഒരു മെയിൻ കൽപ്പനയാണ്, അരകെട്ടി ഒരുക്കത്തോടെ നിങ്ങൾ പെസഹ കഴിക്കണം. കാരണം എന്താ?
നിങ്ങൾ ഈ രാത്രി അടിമ വീട് വിടാൻ പോകുക. യു ആർ ഗോയിങ് ടു ലീവ് ദിസ് ഹൗസ് ഓഫ് ബോണ്ടേജ്. ആ ഒരുക്കത്തിൽ വേണം നിങ്ങൾ പെസഹ ആചരിക്കാൻ. ഏത് നിമിഷവും നിങ്ങളുടെ യാത്ര തുടങ്ങും. സംഹാരകൻ കടന്നുപോയാൽ നിങ്ങൾ വിടുതൽ പ്രാപിച്ചു. വിടുതൽ പ്രാപിച്ച ഒരു യാത്രയാ. ഈ യാത്രയ്ക്ക് നിങ്ങൾ അരകെട്ടി വേണം ഇറങ്ങിത്തിരിക്കാൻ. ആ യാത്രയുടെ പുറപ്പാടിന്റെ ഒരു ധ്വനിയാണ് പത്രോസ് ഇവിടെ നൽകുന്നത്. പത്രോസ് പറയുകയാണ്, നിങ്ങളും പുറപ്പാടിലെ ആ സമൂഹത്തെ പോലെ അരകെട്ടണം. അവരൊരു യാത്രയ്ക്ക് ഇറങ്ങിത്തിരിച്ചതുപോലെ നിങ്ങളും ഒരു യാത്രയ്ക്ക് ഇറങ്ങിത്തിരിക്കുക. എന്തിനാണ് അരകെട്ടുന്നത്? വൈ ഷുഡ് ബി ടൈ ദ ബെൽറ്റ്? വൈ ഷുഡ് ബി പ്രിപ്പയർ അവർ മൈൻഡ് ഫോർ ആക്ഷൻ? അവർ ഫിസിക്കലായിട്ട് അരകെട്ടിയപ്പോൾ മനസ്സിന്റെ അരകെട്ടണമെന്ന് എന്തിനാ പത്രോസ് പറയുന്നത്? ഫിക്സ് യുവർ ഹോപ്പ് കംപ്ലീറ്റ്ലി on the grace to be brought to you at the revelation of Jesus Christ. യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിൽ നിങ്ങൾക്ക് വരുവാനുള്ള കൃപയിൽ പൂർണ്ണ പ്രത്യാശ വെച്ചുകൊള്ളുവീൻ. പഴയ നിയമത്തിൽ, പഴയ ഉടമ്പടിയിൽ അരകച്ച കെട്ടി പുറപ്പെട്ടത് ഒരു പുറപ്പാടിനാണ്. അടിമ വീട്ടിൽ നിന്ന് വാഗ്ദത്ത നാട്ടിലേക്കുള്ള ഒരു മരുഭൂപ്രയാണത്തിനാണ് അവർ ഇറങ്ങിത്തിരിച്ചത്. അതുപോലെ പുതിയ നിയമ ഇസ്രായേലായ ഈ ദൈവമക്കളോട്, നമ്മളോട് പത്രോസ് പറയുകയാണ്, നമ്മളും മനസ്സിന്റെ അരകെട്ടണം. എന്തിനാ? ഒരു പുറപ്പാടിന്. എങ്ങോട്ടേക്കാ? എവിടേക്കാ? ഏത് പുറപ്പാടിനാ? യേശു കർത്താവിന്റെ പ്രത്യക്ഷത എന്ന പുറപ്പാട്. ഞങ്ങളുടെ യേശു വരാറായി. അവൻ വാനമേഘങ്ങളിൽ എഴുന്നള്ളി വരാൻ പോകുക. അവന്റെ വരവിൽ ഞങ്ങൾ അവനോടൊപ്പം പോകാൻ പോകുക. അവന്റെ പ്രത്യക്ഷതയിൽ ഞങ്ങൾക്കൊരു പുറപ്പാടുണ്ട്. ആ പുറപ്പാടിന് വേണ്ടി ഒരു ഒരുക്കം വേണം. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, എത്ര മാത്രമുണ്ട് നമ്മുടെ ഒരുക്കം? ഒരുങ്ങിയിട്ടുണ്ടോ? പത്രോസ് അപ്പോസ്തലൻ പറയുകയാണ്, ഒരു ഒരുക്കം അത്യന്താപേക്ഷിതം. എന്റെ മനസ്സിൽ പെട്ടെന്ന് വരുന്ന ഒരു കാര്യം, പലപ്പോഴും നമ്മൾ ഒരുക്കത്തെ കുറിച്ചൊക്കെ പ്രസംഗിക്കും, പറയും. ഇപ്പോൾ ഈ യോഗം അവസാനിക്കുമ്പോൾ നമ്മൾ പറയും, കർത്താവിന്റെ വരവ് താമസിച്ചാൽ അടുത്ത കൂട്ടായ്മയിൽ കാണാം. We say some such things. We use those words. If the coming of the Lord tarries, we will meet next week. We have that spiritual language when we meet each other. If the Lord does not come, we will do this, we will do that. കർത്താവിന്റെ വരവ് താമസിച്ചാൽ ഞങ്ങൾ അങ്ങനൊക്കെ കാര്യങ്ങൾ ക്രമീകരിക്കുന്നുണ്ട്. But do we mean that? Are we prepared? Like these Israelites prepared for the imminent departure, for the journey? Are we prepared? Are the girds of our loins tied together? നമ്മുടെ അരക്കച്ച കെട്ടി നമ്മൾ ഇറങ്ങിത്തിരിച്ചോ? ഒരുക്കമായോ? എന്റെ മനസ്സിൽ വരുന്നത്, കഴിഞ്ഞ ചില നാളുകൾക്ക് മുൻപ് എന്റെ ദൈവസഭയിലുള്ള ഒരു സഹോദരൻ വന്ന് പറഞ്ഞ ഒരു സംഭവമാണ്. ഞാനത് വേഗം പറയാം, ഈ വിഷയത്തിന്റെ ഗൗരവം ഒന്ന് കാണിക്കാൻ വേണ്ടി. യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിൽ നിങ്ങൾക്ക് ഒരു ഒരുക്കം വേണം. കാരണം എന്താ? നിങ്ങളുടെ ഉറച്ചിരുന്ന് നിർമ്മതരായിരിക്കണം, സുബോധമുള്ളവരായിരിക്കണം. കുടിച്ച് ബോധം തെറ്റിയിരിക്കുന്ന വ്യക്തിയെ പോലെയല്ല, സുബോധത്തിൽ പെരുമാറുന്ന ഒരു വ്യക്തിയാകണം. കാരണം യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിൽ നിങ്ങൾക്ക് വരുവാനുള്ള കൃപയുണ്ട്. അതിൽ പൂർണ്ണ പ്രത്യാശ അർപ്പിക്കണം. നിങ്ങളുടെ മനസ്സ് അതിന് വിട്ടുകൊടുക്കണം. പുറത്ത് പ്രാർത്ഥിച്ചാലോ, പുറത്ത് സ്തോത്രം ചെയ്താലോ, പുറത്തൊരു നല്ല പെന്തക്കോസ്തുകാരനായി ജീവിച്ചാൽ പോരാ, നിങ്ങളുടെ മനസ്സ് വിട്ടുകൊടുക്കണം. ഈ വചന സത്യങ്ങൾക്ക് മനസ്സ് വിട്ടുകൊടുത്ത് അതിനനുസരിച്ച് ജീവിതത്തെ ക്രമീകരിക്കണം. പക്ഷെ നിർഭാഗ്യവശാൽ നമ്മൾ മനസ്സ് വിട്ടുകൊടുത്തത് മറ്റു പലതിനാ. നമ്മുടെ മനസ്സ് വിട്ടുകൊടുക്കണം. അതാണ് അരകെട്ടുക എന്ന് പറഞ്ഞാൽ, മനസ്സിനെ ഉറപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഈ സത്യത്തിന് നമ്മുടെ മനസ്സ് വിട്ടുകൊടുത്ത് എന്റെ യേശു ഏത് നിമിഷവും വരും,
അവന്റെ വരവിന് എനിക്ക് ഒരുക്കം വേണം. ഞങ്ങളുടെ നാട്ടിൽ, ഞങ്ങളുടെ സഭയിൽ നടന്ന ഞങ്ങളുടെ സഭയിലുള്ള സഹോദരൻ പറഞ്ഞൊരു സംഭവം ഞാൻ വേഗം പറയാം. തന്റെ നാട്ടിൽ, ഞങ്ങളുടെ സഭയിൽ നിന്നുള്ള ഒരു കുടുംബമാണ്, ബട്ട് ഇൻ ഹിസ് ടൗൺ താൻ മറ്റു ബന്ധക്കോസുകാരുണ്ടെങ്കിലും താൻ മാത്രമാണ് ഈ സഭയിൽ കൂടുന്നത്. അല്പം ദൂരത്തു നിന്നാണ് താൻ വരുന്നത്. തന്റെ അയൽവക്കക്കാരൻ പറഞ്ഞൊരു കാര്യമാണ്. വൺ ഓഫ് ഹിസ് നെയ്ബേഴ്സ് ടോൾഡ് ദിസ്. തന്റെ അയൽവക്കക്കാരൻ മറ്റൊരു ബന്ധക്കോസുകാരനെ കുറിച്ച് പറഞ്ഞ കാര്യമാണ്. മറ്റൊരു ബന്ധക്കോസത്തിലെ സഹോദരൻ ഒരു വീട് വെക്കുക. ആ വീട് പണിത് ആദ്യത്തെ വാർപ്പൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ പണിത് വരുമ്പോൾ തന്റെ കോൺട്രാക്ടറുമായിട്ടും ആ വീടിന്റെ പണി ചെയ്യുന്ന വ്യക്തികളുമായിട്ടും വലിയൊരു തർക്കം, വാദവും ഉണ്ടായി. തർക്കത്തിന്റെ വിഷയം ഇതാ: കണ്ടു നിന്ന ഈ അയൽക്കാരൻ, ഞങ്ങളുടെ സഭയിൽ വരുന്ന എന്നോട് ഈ സംഭവം പറഞ്ഞ വിശ്വാസിയുടെ അയൽക്കാരൻ ഇത് കണ്ടു നിൽക്കുക. തർക്കം ഇതാ: കോൺക്രീറ്റ് പണിയുമ്പോൾ കോൺക്രീറ്റിന് ഒരു തിക്നെസ് വേണം. പക്ഷെ വീടുടമ പറഞ്ഞു അത്ര തിക്നെസ് പോരാ. അത് സാധാരണ വീട് പണിയുമ്പോൾ നിങ്ങൾ അങ്ങനെ ആയിരിക്കും ചെയ്യുന്നത്. എന്റെ വീട് പണിയുമ്പോൾ ഡബിൾ തിക്നെസ് വേണം, ഇരട്ടി കട്ടി കൂട്ടി വേണം കോൺക്രീറ്റ് വെച്ച് പണിയാൻ. വിഷയം എന്താ? നിങ്ങൾ പണിയുന്നത് വെറും തുക്കട വീടല്ല, ഇത് സാധാരണ വീടല്ല. ഇത് എന്റെ മക്കൾക്കും അവരുടെ മക്കൾക്കും താമസിക്കാനുള്ള ഒരു 100 വർഷത്തേക്കാണ് ഞാൻ പണിയുന്നത്. അതിനനുസരിച്ചുള്ള കോൺക്രീറ്റ് കട്ടിക്ക് വേണമെന്ന് പറഞ്ഞ് വലിയ തർക്കവും വാദവും ഉണ്ടായി. അവസാനം കോൺട്രാക്ടർ സമ്മതിച്ചു. സോ ദിസ് വാസ് എ പ്രോബ്ലം. ലൈക്ക് a contractor and a Pentecostal brother, they are having a big disagreement. The contractor is building a house with particular thickness. The house owner is saying, no, you have to build with double thickness because this is not for just for me, for my children and their children. This must stay for 100 years. So one of the believers in my church, his neighbor saw this directly, this conflict, this big contention. So this conflict happened in the morning. That evening, ആ സന്ധ്യാസമയം ഈ വീട് പണിയുന്ന വ്യക്തി ഞങ്ങളുടെ സഭയിലെ വിശ്വാസിയുടെ അയൽക്കാരന്റെ അടുത്ത് വന്ന് പറഞ്ഞു, ഞാൻ വന്നിരിക്കുന്ന ഒരു പ്രത്യേക കാരണത്താലാണ്. എന്റെ മകളുടെ വിവാഹമാണ് അടുത്ത മാസം, അതിന് ക്ഷണിക്കാൻ ഞാൻ വന്നത്. ഇതാണ് കുറി. നിങ്ങൾ കുടുംബമായിട്ട് ആ കല്യാണത്തിന് വരണം. കർത്താവിന്റെ വരവ് താമസിച്ചാൽ നമുക്ക് അടുത്ത മാസം കല്യാണത്തിന് ഒരുമിച്ച് കൂടണം. So this man said, went to the house of this neighbor and said, if the coming of the Lord tarries, next month my daughter's wedding, you must come there. ഈ അയൽക്കാരൻ വന്ന് എന്റെ സഹോദരനോട് ഇപ്രകാരമാണ് പറഞ്ഞത്. ഇത് എന്തെങ്കിലും അർത്ഥമാക്കിയാണ് നിങ്ങൾ പറയുന്നത് കർത്താവിന്റെ വരവ് താമസിച്ചാൽ? അദ്ദേഹം ഒരു നാമധേയ ക്രിസ്ത്യാനിയാണ്. രാവിലെ 100 വർഷത്തേക്ക് എന്റെ മക്കൾക്കും അവരുടെ മക്കൾക്കും നിൽക്കേണ്ട വീട് പണിയുന്ന വ്യക്തിയാ പറയുന്നത്. വൈകിട്ട് വന്ന് എന്റെ അടുത്ത് വന്ന് പറയുകയാണ്, കർത്താവിന്റെ വരവ് താമസിച്ചാൽ കല്യാണത്തിന് കൂടണം. ഈ കർത്താവിന്റെ വരവ് എപ്പോഴാണ് ഉദ്ദേശിച്ചത്? ഏതായാലും 100 വർഷത്തേക്കല്ലേ വീട് പണിയുന്നത്. ആ കണക്കിന് കർത്താവ് ഈ അടുത്ത കാലത്തൊന്നും വരുന്നില്ലല്ലോ, പിന്നെ എന്താണ് ഞങ്ങളെ വീട്ടിൽ വന്ന് പറഞ്ഞത് എന്ന് ചോദിക്കാനിടയായി തീർന്നു. ഞാൻ പറഞ്ഞതിന്റെ താല്പര്യം, നമ്മൾ ഈ ആത്മീയ ഭാഷയൊക്കെ നമ്മളിങ്ങനെ വിടുമ്പോൾ, ഇട്ട് തട്ടുമ്പോൾ യഥാർത്ഥമായി നമ്മൾ അർത്ഥം ഗ്രഹിച്ചുകൊണ്ടാണോ പറയുന്നത്? ഡു വി റിയലി മീൻ ദിസ്? നമ്മൾ യഥാർത്ഥമായി അർത്ഥമാക്കുന്നുണ്ടോ? ഡു വി റിയലി മീൻ ഇഫ് ദ കമ്മിങ് ഓഫ് ദ ലോർഡ് tarries? Like this person told his neighbor, he was fighting in the morning for a 100-year long living house, and in the evening he is saying, if the coming of the Lord tarries. So our words do not match with our life. നമ്മുടെ വാക്കുകളും നമ്മുടെ പെരുമാറ്റവും ചേരുന്നില്ല. നമ്മൾ വായു കൊണ്ട് പറയുന്നു കർത്താവ് വരുന്നു, യേശു വരുന്നു, പക്ഷെ നമ്മുടെ ജീവിതത്തിൽ ആ ഒരു ഒരുക്കമോ തിടുക്കമോ കാണുന്നില്ല. എന്തുകൊണ്ടാ? എവിടോ പാളിക്കിടക്കുക. നമ്മൾ മനസ്സിന്റെ അര കെട്ടിയിട്ടില്ല. നമ്മുടെ ഫോക്കസ്, സെറ്റ് യുവർ മൈൻഡ്, ഫിക്സ് യുവർ ഹോപ്പ് കംപ്ലീറ്റ്ലി ഓൺ ദ ഗ്രേസ് ടു ബി ബ്രോട്ട് അറ്റ് ദ റെവലേഷൻ ഓഫ് ജീസസ് ക്രൈസ്റ്റ്. യേശു ക്രിസ്തുവിന്റെ വരവിന് വെളിപ്പെടുവാനുള്ള, ലഭിക്കാനുള്ള ദൈവകൃപയിൽ
കംപ്ലീറ്റ് ആയിട്ട് മൈൻഡ് ഫിക്സ് ചെയ്യണം. കാരണം എന്താ? യേശുക്രിസ്തു വരുന്നെന്ന് മാത്രമല്ല, ആ വരവിൽ നമുക്ക് ലഭ്യമാകാൻ പോകുന്ന കൃപ, ഗ്രേസ് ടു ബി ബ്രോട്ട് അറ്റ് ദ റെവലേഷൻ ഓഫ് ജീസസ് ക്രൈസ്റ്റ്. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ക്രിസ്ത്യൻ ലൈഫിൽ മുൻപോട്ട് പോകണമെങ്കിൽ ഇവിടുത്തെ ഈ പദം നമ്മൾ മനസ്സിലാക്കണം. ഞാൻ മുൻപോട്ട് പോകാൻ ശ്രമിക്കുന്നെങ്കിലും ആ പദം നമ്മൾ ഗ്രഹിക്കണം. ഗ്രേസ് ടു ബി ബ്രോട്ട് അറ്റ് ദ റെവലേഷൻ ഓഫ് ജീസസ് ക്രൈസ്റ്റ്. യേശു ക്രിസ്തുവിന്റെ വരവിൽ വെളിപ്പെടാനുള്ള കൃപ. അല്ലെങ്കിൽ ഒറ്റ വാക്കിൽ പറഞ്ഞാൽ, ഗ്രേസ് ടു ബി റിവീൽഡ് ഇൻ ദ ഫ്യൂച്ചർ. ഭാവി കാലത്ത് വെളിപ്പെടാനുള്ള കൃപ, അല്ലെ? ഫ്യൂച്ചർ ഗ്രേസ്, ഭാവി കാല കൃപ. പാസ്റ്റിൽ, ഭൂതകാലത്തിൽ ദൈവകൃപ നമ്മളെ തൊട്ടു. പക്ഷെ വർത്തമാന കാലത്തിൽ ജീവിക്കണമെങ്കിൽ ഒരു ജീവിത ശൈലിയുണ്ട്, ഒരു ജീവിത രീതിയുണ്ട്. വർത്തമാന കാലത്തിൽ ജീവിക്കണമെങ്കിൽ, ദൈവകൃപ അനുഭവിക്കണമെങ്കിൽ, ദൈവത്തെ പ്രസാദിപ്പിക്കണമെങ്കിൽ, ഭാവി കാലത്തിൽ വെളിപ്പെടാനുള്ള കൃപയെ നോക്കിക്കൊണ്ട് ജീവിക്കണം. ഇവിടെ ക്രിസ്തീയ ജീവിതം പലരും പല നിലകളിലാണ് നയിക്കുന്നത്. അത് ഒന്ന് വ്യക്തമാക്കാൻ ആഗ്രഹിക്കുന്നു. 3 നിലകളിലാണ് കുറഞ്ഞ പക്ഷം ക്രിസ്തീയ ജീവിതം. മിക്ക ആൾക്കാരും 2 നിലകളിലാണ് നയിക്കുന്നത്. മൂന്നാമത്തെ ഒരു സത്യമാണ്, ബൈബിൾ വീക്ഷണമാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഒരു കൂട്ടർ ആൾക്കാർ ക്രിസ്തീയ ജീവിതം നയിക്കുന്നത്, മുന്നോട്ട് പോകുന്നത്, കർത്താവ് എന്റെ ജീവിതത്തിൽ എന്റെ ആവശ്യങ്ങൾ നടത്തി തരും, കർത്താവ് എന്റെ കാര്യങ്ങൾക്ക് അല്ലലും അലച്ചിലും ഇല്ലാതെ, കുറവും പരാധീനങ്ങളും പരിഭവങ്ങളും ഇല്ലാതെ എന്റെ ജീവിതത്തെ ഒന്ന് ഒരു തുറമുഖത്ത് അല്ലെങ്കിൽ ഒരു കരയിൽ അടുപ്പിക്കും, അല്ലെങ്കിൽ എന്റെ ഭൗതിക കാര്യങ്ങളെ കർത്താവ് നടത്തി തരുമെന്നുള്ള ഒരു പ്രതീക്ഷയിൽ എന്തിനാ പ്രാർത്ഥിക്കുന്നത്, എന്തിനാ ഉപവസിക്കുന്നത്, എന്തിനാണ് ചർച്ചിൽ പോകുന്നത്? കർത്താവിന്റെ ഭൗതിക കാര്യങ്ങളൊക്കെ നടത്തി. ഇനി എന്റെ മക്കളുടെ കാര്യമുണ്ട്, അവരുടെ വിവാഹമുണ്ട്, അവരുടെ പഠിത്തമുണ്ട്, അവരുടെ മക്കളുണ്ട്, അങ്ങനെ പല 100 കൂട്ടം കാര്യങ്ങളുണ്ട്. ഈ കാര്യങ്ങളൊക്കെ കർത്താവ് നടത്തി തരുമെന്നുള്ള ഒരു പ്രതീക്ഷയിൽ പലരും ജീവിക്കുന്ന അങ്ങനെ. ഇഫ് ഐ ഒബേ ഗോഡ്, ഗോഡ് വിൽ ബ്ലെസ് മീ. അല്ലെങ്കിൽ ഒരു പഴയ നിയമ കണക്കിൽ ഞാൻ ഇന്ന് നിങ്ങളോട് പറയുന്നതൊക്കെ അനുസരിച്ചാൽ ഞാൻ നിങ്ങൾ വയലിൽ പോയാൽ അനുഗ്രഹിക്കപ്പെട്ടും, വീട്ടിൽ വന്നാൽ അനുഗ്രഹിക്കപ്പെടും, നിങ്ങളുടെ കലപ്പുഴ അനുഗ്രഹിക്കപ്പെടും, നിങ്ങൾ നടന്നാൽ എന്ന ആ ഒരു ഓൾഡ് ടെസ്റ്റ്മെന്റ് അണ്ടർസ്റ്റാൻഡിംഗ് ഇല്ല. പുതിയ നിയമത്തിൽ വളരെ വ്യത്യസ്തമാണ്. പുതിയ നിയമത്തിൽ നമ്മൾ ചെയ്ത് അനുഗ്രഹം നേടുകയല്ല. എഫെസ്യ ലേഖനം 1-3 വാക്യം പറയുന്നത്, സ്വർഗത്തിലെ സകലവിധ ആത്മീയ അനുഗ്രഹങ്ങളാൽ നിങ്ങളെ ക്രിസ്തു യേശുവിൽ അനുഗ്രഹിച്ചിരിക്കുക. പുതിയ നിയമത്തിൽ ചെയ്ത് അനുഗ്രഹം നേടുകയല്ല. നമ്മൾ മനസ്സില്ലാത്ത ഒരു വ്യക്തിയെ കൊണ്ട് നിർബന്ധമായി നമ്മുടെ കാര്യങ്ങൾ നടപ്പിലാക്കുകയല്ല. പലർക്കും ഉപവാസമൊക്കെ പറയാ, ഞാനത് പിടിച്ചു വെച്ച് പ്രാർത്ഥിച്ചു. എവിടാ പിടിച്ചെന്നും കൂടെ ഒന്ന് പറയണേ. ഈ പിടിച്ചു വെച്ച് പ്രാർത്ഥിച്ചു, ഞാൻ ഉപവസിച്ച് ഞാൻ അത് നേടിയിട്ടേ എഴുന്നേക്കത്തുള്ളൂ, ഞാൻ ഒരു ഇരിപ്പങ്ങ് ഇരുന്നു. അങ്ങനെ നമ്മൾ പലരും ചെയ്ത് നമ്മുടെ കാര്യങ്ങൾ നടപ്പിലാക്കുന്ന ഒരു ക്രിസ്തീയ ജീവിതം. അവിടെ ദൈവകൃപയ്ക്ക് ഒരു സ്ഥാനവും ഇല്ല, ദൈവകൃപയ്ക്ക് ഒരു അർത്ഥവുമില്ല, കൃപയല്ല. എങ്ങനാ ജോലി കിട്ടിയേ? ഞാൻ പ്രാർത്ഥിച്ചു, ഉപവസിച്ച്, ആർക്കും അതെനിക്ക് കിട്ടാൻ ഒരു കാരണവുമില്ലായിരുന്നു. പക്ഷെ ഞാൻ അങ്ങ് പിടിച്ചു വെച്ചു ബ്രദറെ. ഞാൻ ഓരോരോ കണ്ണീർ ഒലിപ്പിച്ചു. നിങ്ങൾ കേട്ടിട്ടുള്ള സാക്ഷ്യങ്ങളാ. കാരണം എന്താ? നമ്മുടെ എഫേർട്ടാ. അവിടെ ഗ്രേസിന് സ്ഥാനമില്ല, കൃപയ്ക്ക് സ്ഥാനമില്ല ക്രിസ്തീയ ജീവിതത്തിൽ. നമ്മൾ പലതും ചെയ്തു കൂട്ടുകയാണ്, ദൈവം അതിന് പ്രതികാരമായി നമ്മളെ അനുഗ്രഹിക്കുന്നു. ചിലരുടെ കാര്യങ്ങൾ എന്തിനാ നടക്കാത്തെ? ചിലർക്ക് ജോലി എന്തിനാ കിട്ടാത്തെ? വിസ എന്തിനാ ക്യാൻസൽ ആയി പോകുന്നത്? അവരത്ര പ്രാർത്ഥിച്ചില്ല, അവര് കൂട്ടായ്മയ്ക്കൊന്നും വന്നില്ല, അവർ എന്തോ കുഴപ്പമുണ്ട്. ഞാൻ പ്രാർത്ഥിക്കുന്നതുകൊണ്ട് എന്റെ കാര്യങ്ങളൊക്കെ വലിയ കുഴപ്പമില്ലാതെ നടക്കുന്നത്. അവരൊന്നും വേണ്ട പോലെ പ്രാർത്ഥിക്കാത്തതുകൊണ്ടൊന്നും അവിടെ ഗ്രേസ് അല്ല. അവിടെ നടക്കുന്നത്
പരീക്ഷനും ചുങ്കക്കാരനും പോലെ. ഞാൻ അവനെ പോലെ അല്ല. ഞാൻ പതാരം കൊടുക്കുന്നു, ഞാൻ 2 ദിവസം ഉപവസിക്കുന്നു. ഒരു മതത്തിന്റെ ഭാഗമായി നമ്മൾ ചെയ്ത് ദൈവത്തെ കൊണ്ട് ജയിപ്പിക്കുക. അവിടെ കൃപയ്ക്ക് സ്ഥാനമില്ല. അവിടെ കൃപയുടെ മാധുര്യം അനുഭവിക്കത്തില്ല. മറ്റു ചിലരുണ്ട്, അവിടെ ഞാൻ നിൽക്കുന്നില്ല. നമ്മുടെ പല ആത്മീക ശുശ്രൂഷ അവിടെ അങ്ങ് ഒതുങ്ങിക്കൂടുക. ഭൗതികതയിൽ ഞാൻ പറയുന്നതിന്റെ അർത്ഥം ഭൗതിക കാര്യങ്ങൾ വേണ്ടെന്നല്ല, കർത്താവ് നമ്മുടെ ഭൗതിക ആവശ്യങ്ങൾ നടത്തത്തില്ലെന്നല്ല. നമ്മുടെ ആവശ്യങ്ങൾ നമ്മളെക്കാൾ നന്നായി അറിയുന്ന ഒരു സ്വർഗീയ പിതാവാണ് നമുക്കുള്ളത്. ഇന്നത്തെ ആവശ്യം അവൻ അറിയാം. ഇന്ന് നമുക്ക് എന്താ വേണ്ടിയത് അന്നെന്നുള്ള അപ്പം അവൻ തരാൻ വിശ്വസ്തനാണ്. ഭൗതിക ആവശ്യങ്ങൾ നിസാരവൽക്കരിക്കുകയല്ല. പക്ഷെ യേശുവിന്റെ പിന്നാലെ നമ്മൾ പോകുന്നത് ഭൗതികം നേടാൻ വേണ്ടിയല്ല. അതിനുവേണ്ടി യേശുവിന്റെ ആവശ്യം വേണ്ട. ലോകത്തിൽ അല്പം പണമുള്ള ഒരാൾ വിചാരിച്ചാൽ നമ്മുടെ മിക്ക ഭൗതിക ആവശ്യങ്ങളും നടപ്പിലാകും. ഒരു വാഹനമാണെങ്കിൽ പോലും കർത്താവ് കനിയില്ലേ പോലും നമ്മുടെ കമ്പനിയുടെ മുതലാളി കഴിഞ്ഞാൽ നമുക്കൊരു നല്ല വാഹനം കിട്ടത്തില്ല. ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മൾ കർത്താവിനെ ആശ്രയിക്കുന്ന പലതും ഈ ഭൂമിയിലുള്ള പലർക്കും തരാൻ കഴിയുന്ന കാര്യമാണ്. അത് കിട്ടാൻ വേണ്ടി നമ്മുടെ ഒരു ആത്മികത കടിച്ചു പിടിച്ച് ജീവിക്കുന്നതല്ല ക്രിസ്തീയ ജീവിതം. അവിടെ പ്രത്യാശയില്ല, അവിടെ കൃപയ്ക്ക് സ്ഥാനമില്ല. ഞാൻ പറഞ്ഞു വരുന്നത്, ആത്മികതയെ നമ്മൾ ഭൗതികതയിൽ തളച്ചിടരുത്. അതിനപ്പുറമായി യഥാർത്ഥ ആത്മികത നമ്മൾ കാണണം. ഇന്ന് പലതും ആത്മികതയുടെ ദൈവത്തിന്റെ അനുഗ്രഹത്തിന്റെ ആ ഒരു ഉച്ചകൊടിയായി നമ്മൾ കണ്ട നമ്മുടെ പ്രവചനം പലതും മഞ്ഞു പെയ്യുന്ന രാജ്യം. ഇന്ന് മഞ്ഞു പെയ്യുന്ന രാജ്യങ്ങൾ കൊറോണ നിമിത്തം എന്തായി തീർന്ന് നമുക്കറിയാം. നമ്മൾ പലയിടത്തും വാഗ്ദാനങ്ങളും ആശയർപ്പിച്ചതും ഒന്നുമില്ലാതായി മാറുകയാണ്. കാരണം എന്താ? ഭൗതികതയിൽ പറ്റിയ ആത്മികത പൊളിഞ്ഞു വരികയാണ് ഈ കൊറോണ കാലത്തിൽ. നമ്മൾ വലിയ മാളികകളിൽ, വലിയ ചർച്ചുകളിൽ, വലിയ മാർബിൾ സൗധങ്ങളിൽ, അല്ലെങ്കിൽ നമ്മുടെ ആ സെറ്റപ്പിലൊക്കെ അങ്ങ് സന്തോഷിച്ച് മതിമറന്നിരുന്നപ്പോൾ നമ്മുടെ സെറ്റപ്പുകളെല്ലാം തകർന്നു പോകുകയല്ലേ? ഇതിന്റെ നടുവിൽ നമ്മൾ കാണേണ്ടത് ഭൗതികതയിൽ ഒതുങ്ങിക്കൂടുന്ന ഒരു ആത്മീയതയല്ല. ഇത് മനസ്സിലായ ചിലരുണ്ട്. അവര് പറയും, ഞങ്ങൾ ഭൗതികതയ്ക്ക് വേണ്ടിയല്ല ജീവിക്കുന്നത്, ഞങ്ങൾ ദൈവത്തിന്റെ കൃപ മനസ്സിലാക്കിയവരാ. ദൈവം ഞങ്ങളെ സ്നേഹിച്ചു, ഞങ്ങളെ രക്ഷിച്ചു. ഞങ്ങൾക്ക് ഒരു യോഗ്യതയില്ലായിരുന്നു. യോഗ്യതയില്ലാത്ത സ്ഥാനത്ത് അവൻ ഞങ്ങളെ തെരഞ്ഞെടുത്തു, അവന്റെ മക്കളാക്കി, ആ കുടുംബത്തിലാക്കി. അപ്പാ പിതാവിനെ വിളിക്കുവാൻ വെളിമ്പറമ്പിൽ കിടന്ന് ഞങ്ങളെ മക്കളാക്കി തീർത്തു. അതുകൊണ്ട് നന്ദി കൊണ്ട് ഞങ്ങൾ ജീവിക്കുക. ഇപ്പൊ ദൈവം ഞങ്ങൾക്ക് ഒന്നും തന്നാലും തന്നില്ലേലും വിഷയമില്ല. ഞങ്ങൾ നന്ദിയുള്ളവരായി. എന്തിനാണ് ക്രിസ്തീയ ജീവിതം നയിക്കുന്നത്? 2 ഉത്തരം ഞാൻ ഇപ്പൊ പറഞ്ഞു. ഒന്നാമത്തെ ഉത്തരം, എന്റെ ഭൗതിക കാര്യങ്ങൾ വലിയ കുഴപ്പമില്ലാതെ നടക്കുവാൻ വേണ്ടി ക്രിസ്തീയ ജീവിതം നയിക്കുന്നവരുണ്ട്. രണ്ടാമത്തെ കൂട്ടർ നന്ദി സൂചകമായി. തൊമ്മി ഉപദേശി ഒരിക്കൽ, നിങ്ങൾക്ക് അറിയാമെന്ന് അറിയത്തില്ല, 19-ാം നൂറ്റാണ്ടിൽ ജീവിച്ച ഒരു ഭക്തനായ മനുഷ്യനാണ്. തന്റെ ജീവിതാവസാനം എന്ന് പറഞ്ഞാൽ 35-ാമത്തെ വയസ്സിൽ കൊളേറ രോഗികളെ ശുശ്രൂഷിച്ച് ആ മഹാമാരിയുടെ നടുവിൽ കൊളേറ ബാധിച്ച് മരിച്ച ഭക്തനാ. താൻ അവസാനമായി എഴുതിയൊരു പാട്ടാണ്, എന്നോടുള്ള നിൻ സർവ്വ നന്മകൾക്ക് ഞാൻ എന്തു ചെയ്യേണ്ടു യേശു വരാ. എന്നാ ദൈവം ഓൾറെഡി ചെയ്ത നന്മകളെ കാണുമ്പോൾ ഭക്തന്റെ ചോദ്യം അത് തന്നെ. ഏത് ഭക്തനും ഏത് ദൈവഭക്തനും ചോദിക്കേണ്ട ചോദ്യം അതാ. പാപത്തിൽ നിന്ന് എന്നെ കോരിയെടുപ്പാനായി ത്യാഗ മൃത്യു സഹിച്ചവനെ ഓർക്കുമ്പോൾ, യേശു കർത്താവിന്റെ മരണത്തെ ഓർക്കുമ്പോൾ, അവന്റെ കൃപയെ ഓർക്കുമ്പോൾ, നമ്മളെ രക്ഷിച്ചത് ഓർക്കുമ്പോൾ, എന്നാ ആ അവസാനം തൊമ്യോപദേശി പറയുന്നത് മറുപടി ഒന്നുമില്ല. മഞ്ഞിടത്തിൽ അടിയാൻ ജീവിക്കുന്ന ആളുകളെല്ലാം വന്ദനം ചെയ്യും തിരുനാമത്തിന് എന്നാണ് ആ പാട്ടിന്റെ അവസാനം. എന്നാൽ തൊമ്യോപദേശി കണ്ടെത്തിയ ഉത്തരം, ഈ ദൈവം ചെയ്ത നന്മകളോട് എനിക്ക് പറയാനുള്ളത് എനിക്ക് നന്ദിയുള്ളവനായി ജീവിക്കാനേ കഴിയത്തുള്ളൂ. അതുകൊണ്ട് നല്ലൊരു കാര്യമാണ് gratitude, an attitude of gratitude. So a few people live because they try to please God, because God has met all their material needs, and they want to obey God to get material things. They try to obey God to get earthly things. Why they pray, why they fast, why they go to church? If I don't go to church, Lord will punish me, my job will go, my visa will expire. I go every Friday to church, otherwise my God will do something and I will be in soup, so I'll go to church. No. That is a fake spirituality. There is no place for grace. Grace is not
we're trying to arm twist God. We're trying to force God to do something. There is another group of people. They try to obey God out of gratitude. Because of God's grace, they have already experienced. God saved me. He adopted me. He forgave me. He forgave me. He removed all my sins. He made me his child. He adopted me. He gave me a good church, good family. He has been a good God to me. He has given me good pastor. He has revealed me God's word. He's loving me. So what God has done, ദൈവം ചെയ്തത് ഓർത്ത് നന്ദി സൂചകമായി ജീവിക്കാൻ ശ്രമിക്കുന്നവരുണ്ട്. അത് നല്ല കാര്യമാണ്. പക്ഷെ അതിൽ പോലും പലപ്പോഴും മനുഷ്യരായ നമ്മൾക്ക് നന്ദിയിൽ മാത്രം ഈ വണ്ടി ഓടത്തില്ല, ഇന്ധനമാകത്തില്ല. പത്രോസ് പറയുന്നത് ക്രിസ്തീയ ജീവിതത്തിന്റെ ഇന്ധനം നമ്മളെപ്പോഴും ഭാവിയെ നോക്കി ജീവിക്കുന്നവരാ. അതുകൊണ്ടാണ് ഈ പെട്ടെന്ന് ഭൗതിക നന്മകൾ നമ്മളെ ആകർഷിക്കുന്നത്. ഇന്നലത്തെ നന്മകൾ ദൈവം ഓൾറെഡി ചെയ്ത പാസ്റ്റർ ഞങ്ങൾക്ക് അറിയാം, അതൊന്നുകൂടെ പറയേണ്ട ആവശ്യമില്ല. ഇതുവരെ പാസ്റ്റർ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് അറിയാവുന്ന കാര്യമോ, അതിൽ വലിയ ത്രില്ലില്ല. നമുക്ക് ദൈവം ചെയ്തതോർത്ത് ത്രില്ലിൽ, അതിനോടുള്ള നന്ദിയിൽ തന്നെ ജീവിക്കാൻ കഴിയത്തില്ല, പലപ്പോഴും കഴിയത്തില്ല. അത് വേണം, അത് ക്രിസ്തീയ ജീവിതത്തിന്റെ ഭാഗമാണ്. നമ്മളെപ്പോഴും ഭാവിയിൽ എന്ത് കിട്ടുമെന്നൊരു ചോദ്യത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഭാവിയെ നോക്കി ജീവിക്കുന്നവരാണ്. അതുകൊണ്ടാണ് പെട്ടെന്ന് ഭൗതിക വാഗ്ദാനങ്ങളിൽ നമ്മുടെ ആത്മിക ഒതുങ്ങിക്കൂടുന്നത്. We always look living in the future. We cannot live just because of some past blessing. We need something in the future. That is why most of us try to live the Christian life expecting some future promotion, future blessing, future prosperity. But Christian life is nothing to do with this. So others try to live, Lord, you have been good to me. Even if you do anything no good in future also, I will live because I am thankful. Okay, but that is not enough to give us power to move on. We need more motivation. What is the real motivation to live the Christian life? ക്രിസ്തീയ ജീവിതം നയിക്കാനുള്ള യഥാർത്ഥ മോട്ടിവേഷൻ എന്തുവാ? ഭൗതികമല്ലേ അല്ല. ക്രിസ്തുവിൽ നമ്മൾക്ക് ഇതുവരെ കിട്ടിയ നന്മകൾ, നമ്മൾ അനുഭവിക്കുന്ന ആത്മീയ സന്തോഷം, കൂട്ടായ്മ, രക്ഷ, അല്ലെങ്കിൽ ക്രിസ്തുവിലായത് നിമിത്തം നമ്മൾ അനുഭവിക്കുന്ന നന്മകളുടെ ആ ഒരു വിശാലതയാണോ? നമുക്ക് കിട്ടിയ പദവിയാണോ? അതാണ്, അതിൽ സത്യമുണ്ട്. അതിനോടുള്ള നന്ദി സൂചകമായാണോ? തീർച്ചയായും. അതാണ് റോമാലേഖനം 12:1 പറയുന്നത്. റോമൻസ് 12:1. ദൈവത്തിന്റെ മനസ്സലിവ് ഓർപ്പിച്ച് ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു, ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളെ തന്നെ സമർപ്പിപ്പി. സമർപ്പണം എപ്പോഴും ദൈവത്തിന്റെ മനസ്സലിവ് കണ്ടുകൊണ്ടാ, ദൈവം ചെയ്ത കാര്യങ്ങളെ നോക്കിക്കൊണ്ടാ. പക്ഷെ ഞാൻ പത്രോസിന്റെ ലേഖനം ധ്യാനിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത്, ദ റിയൽ മോട്ടിവേഷൻ ഇസ് നോട്ട് ജസ്റ്റ് ഗ്രാറ്റിറ്റ്യൂഡ്. ഒരു നന്ദി മാത്രമല്ല. ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ട്, ഗ്രാറ്റിറ്റ്യൂഡിന് അതിന്റെ സ്ഥാനമുണ്ട്. ആ നന്ദിയിലാണ് ജീവിക്കേണ്ടത്. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ആ രക്ഷയുടെ മഹത്വം കണ്ടാൽ പിന്നെ ഒരു ദൈവം വേറെ ഒന്നും ചെയ്തില്ലേ പോലും ആ രക്ഷയുടെ മഹത്വം കാണാൻ നമ്മുടെ കണ്ണ് തുറന്നാൽ ഒരു ആയുസ് സ്തുതിക്കാനുള്ളത് അവിടെ ഉണ്ട്. പക്ഷെ പത്രോസിന്റെ വാക്കുകളിൽ ഞാൻ കാണുന്നത്, ദ റിയൽ മോട്ടിവേഷൻ ഇസ് ദ ഫ്യൂച്ചർ ഗ്രേസ്. ഭാവി കാലത്തിൽ വെളിപ്പെടാനുള്ള ദൈവകൃപയാണ് ക്രിസ്തീയ ജീവിതത്തിന്റെ യഥാർത്ഥ ഇന്ധനം, യഥാർത്ഥ മോട്ടിവേഷൻ. എന്താണ് ഈ വാഗ്ദത്ത നാട്ടിലേക്ക് ഇറങ്ങിയവരെ പിടിച്ചു നിർത്തിയ ഘടകം? ഒരു പാലും തേനും ഒഴുകുന്ന നാടുണ്ട്. ഇന്ന് മരുഭൂപ്രയാണത്തിൽ കഷ്ടതയാണെങ്കിലും മരുഭൂപ്രയാണത്തിനപ്പുറമുള്ള യഹോവയുടെ ദൃഷ്ടി ആണ്ടിന്റെ ആരംഭം മുതൽ അവസാനം വരെയും അവരുടെ മേളിൽ നിൽക്കുന്ന ഒരു നാടുണ്ട്. എന്നാ ഫ്യൂച്ചറിൽ വെളിപ്പെടാനുള്ള അവർ ഇന്ന് അനുഭവിക്കുന്ന ഗ്രേസ് ഉണ്ട്, ഇന്നലെ അനുഭവിച്ച ഗ്രേസ് ഉണ്ട്. അടിമ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ആദ്യമായിട്ട് അനുഭവിച്ച ഗ്രേസ് ഉണ്ട്. മരുഭൂമി യാത്രയിൽ ദൈവം തരുന്ന ഗ്രേസ് ഉണ്ട്. പക്ഷെ ഇതിനേക്കാൾ എല്ലാം വലിയത് ഫ്യൂച്ചർ ഗ്രേസ് വിച്ച് ഇസ് ഗോയിങ് ടു ബി എക്സ്പീരിയൻസ്. അതിന്റെ ഒരു ടേസ്റ്റ് മാത്രമാണ് ഇന്നത്തെ ഗ്രേസ്. ആ ഗ്രേസ് നോക്കുമ്പോഴാണ്, ആ ഫ്യൂച്ചർ ഗ്രേസ് ആണ് ഇന്ന് പ്രസന്റിൽ
വിശുദ്ധ ജീവിതം നയിക്കാനുള്ള ഇന്ധനം. അതുകൊണ്ടാണ് fixing your hope completely on the grace to be brought at the revelation of Jesus. യേശു വരുമ്പോൾ കിട്ടാൻ പോകുന്ന ആ ഫ്യൂച്ചർ ഗ്രേസ് എന്താണ്? ആ ഫ്യൂച്ചർ ഗ്രേസ് എന്താണെന്ന് ചോദിച്ചാൽ, 1-ാം അധ്യായത്തിൽ തന്നെ അതിന്റെ 3 വശങ്ങളുണ്ട്. അതൊന്ന് തൊട്ട് പറഞ്ഞ് ഞാൻ എന്റെ വാക്കുകളെ നിർത്താം. 1-ാം അധ്യായം 4-ാം വാക്യത്തിൽ വരുമ്പോൾ, വാട്ട് ഈസ് ദ ഫ്യൂച്ചർ ഗ്രേസ്? ഫ്യൂച്ചർ ഗ്രേസ് എന്താന്ന് ചോദിക്കുമ്പോൾ, to obtain an inheritance which is imperishable, undefiled and will not fade away. കറ, ചുളുക്കം, വാട്ടം, മാലിന്യമില്ലാത്തൊരു അവകാശം. ഒരു വീട്ടിൽ ജനിച്ചാൽ ആ വീട്ടിന്റെ അനന്തരാവകാശിയായി മാറുന്നത് പോലെ, ദൈവത്തിന്റെ കുടുംബത്തിൽ ജനിച്ചാൽ ദൈവത്തിന്റെ എല്ലാ നന്മകളുടെയും അനന്തരാവകാശിയ. അത് അനന്തരാവകാശി എന്നുള്ള വാക്കിനേക്കാൾ ഉപരി കൂട്ടവകാശിയ. ക്രിസ്തുവിനോടുകൂടെ കൂട്ടവകാശിയായി മാറി. ഈ ഭൂമിയിലുള്ളതെല്ലാം വാട്ടവും ചുളുക്കവും മാലിന്യവും ഉള്ളതാ. ദൈവം ഒരു ഇൻഹെറിറ്റൻസ്, അന്ത്യകാലത്തിൽ വെളിപ്പെടാനുള്ള രക്ഷയെ സംബന്ധിച്ച് ദൈവം സൂക്ഷിക്കുന്ന ഒരു ഇൻഹെറിറ്റൻസ്. ഗോഡ് ഈസ് കീപ്പിംഗ് ആൻ ഇൻഹെറിറ്റൻസ്. ഞാൻ ഫ്യൂച്ചറിൽ പ്രാപിക്കാൻ പോകുന്ന ഒരു സ്വത്തുണ്ട്, ഒരു ഇൻഹെറിറ്റൻസ് ഉണ്ട്. ഒരു വീട്ടിൽ ജനിക്കുമ്പോൾ ആ വീട്ടിൽ ഒരു കുഞ്ഞു വളരും തോറും ആ കുഞ്ഞിന് മനസ്സിലാകും, ഈ വീടിന്റെ എല്ലാം അവകാശി ഞാനാണ്. ആ അവകാശിയായി ഞാൻ പ്രാപിക്കുവാൻ പോകുകയാണ്. ഒരു പ്രായം എത്തുമ്പോൾ ഞാൻ ഇതെല്ലാം മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ആളാ, ഇതിന്റെ ഉടമസ്ഥനാകാൻ പോകുക. ആ ബോധമാണ് ആ വീടിന്റെ കീഴ്വഴക്കത്തിനനുസരിച്ച് ഒരു നല്ല കുട്ടിയായി ജീവിക്കുവാൻ പ്രേരിപ്പിക്കുന്നത്. ഇന്നത്തെ സാഹചര്യങ്ങളല്ല, നാളെ തനിക്ക് കിട്ടാൻ പോകുന്ന ഇൻഹെറിറ്റൻസ് ആണ് ഇന്നത്തെ തന്റെ ലൈഫിന്റെ ഗതിയെ നിർണയിക്കുന്നത്. ഞാൻ പറയുന്നത് മനസ്സിലാക്കുന്നുണ്ടോ? പ്രസന്റ് ലൈഫിനെ ഡിറ്റർമൈൻ ചെയ്യുന്നത് ഫ്യൂച്ചർ ഇൻഹെറിറ്റൻസ് ആണ്. ഈ ഇന്ന് അനുഭവിക്കുന്ന ഭൗതിക നന്മകളെല്ലാം കറ, ചുളുക്കം, വാട്ടമുള്ളതാ. ഇറ്റ് ഇസ് പെരിഷബിൾ, പെരിഷിംഗ് ഗുഡ്സ് ആണ്. പക്ഷെ നമ്മൾ അനുഭവിക്കാൻ പോകുന്നത് പെരിഷിംഗ് അല്ല, ഒരിക്കലും പെരിഷ് ചെയ്യാത്ത ഒരു ഇൻഹെറിറ്റൻസ് ആണ് ദൈവം നമുക്ക് പ്രോമിസ് ചെയ്തിരിക്കുന്നത്. ആ ഇൻഹെറിറ്റൻസിനെ ആത്മാവിൽ കാണുന്ന, ആ ഫ്യൂച്ചറിൽ കിട്ടാൻ പോകുന്ന, ഫ്യൂച്ചറിൽ വെളിപ്പെടാൻ പോകുന്ന ദൈവകൃപയുടെ വെളിപ്പാടുള്ളവർക്ക് പ്രസന്റിൽ ജീവിക്കാൻ കഴിയത്തുള്ളൂ. അല്ലാത്തവർ ക്രിസ്തീയ ജീവിതത്തിൽ തോറ്റ് തുണ്ണം പാടും, തോറ്റ് പരാജയപ്പെടും. ജീവിക്കാൻ പറ്റുന്നില്ല. എനിക്ക് നന്ദിയുണ്ട്, ഞാൻ ദൈവത്തോട് നന്ദിയുള്ളവനാ, പക്ഷെ ദൈവത്തെ അനുസരിക്കാനുള്ള ഒരു മോട്ടിവേഷൻ ഇല്ല. ഞാൻ വിശുദ്ധനായിരിക്കുന്ന പോലെ വിശുദ്ധനായിരിക്കും താരോട്ട് പറയുമ്പോൾ ഈ വിശുദ്ധ ജീവിതം എന്നെ കൊണ്ട് കഴിയത്തില്ല. പക്ഷെ അപ്പൻ, നിങ്ങൾ പിതാവെന്ന് വിളിക്കുന്ന അപ്പന്റെ സ്വഭാവമാണ് വിശുദ്ധി. ആ അപ്പന്റെ ഇൻഹെറിറ്റൻസ് എനിക്ക് കിട്ടാൻ പോവുകയാണ്. ആ ഇൻഹെറിറ്റൻസ് കിട്ടാനുള്ള വ്യക്തിയാണെങ്കിൽ ആ അപ്പന്റെ സ്വഭാവം ഞാൻ കാണിക്കും. ആ ഇൻഹെറിറ്റൻസ് ആണ്. രണ്ടാമത്തെ ഒരു വശം ഞാൻ വേഗം പറയാം. 7-ാം വാക്യത്തിൽ വരുമ്പോൾ, not just the inheritance, but at the revelation of Jesus Christ, your faith, which is more precious than gold. Gold is perishable in fire, but faith is not perishable. ഒരു imperishable inheritance മാത്രമല്ല, you have an imperishable faith. Imperishable faith യേശുവിന്റെ പ്രത്യക്ഷത വരെ നിൽക്കുമ്പോൾ അവിടെ എന്ത് സംഭവിക്കും? നിങ്ങൾ ഈ വിശ്വാസത്തിന്റെ ശോധനയിൽ തളർന്നു പോകാതെ അവസാനത്തോളം നിന്നാൽ യേശുവിന്റെ പ്രത്യക്ഷതയിൽ മാനത്തിനും പുകഴ്ചയ്ക്കും മഹത്വത്തിനും കാരണമാകും. യേശു വരുമ്പോൾ ജീസസ് വിൽ ഓണർ മീ. മഹത്വവും പുകഴ്ചയും ദൈവത്തിന്റെ അല്ല, ദൈവത്തിന് എന്നേക്കും മഹത്വവും പുകഴ്ചയും ഇരിക്കട്ടെ, അത് പത്രോസും പറയുന്നുണ്ട്. പക്ഷെ യേശു വെളിപ്പെടുമ്പോൾ എന്നെ ഓണർ ചെയ്യും, എന്നെ പ്രൈസ് ചെയ്യും. യേശുവിന്റെ ഉപമ കടമെടുത്ത് പറഞ്ഞാൽ, നല്ലവനും വിശ്വസ്തനുമായ ദാസനെ എന്നുള്ള ഒരു ഇമ്പ ശബ്ദം ഞാൻ കേൾക്കും. കോടാനുകോടി ദൂതന്മാരുടെ നടുവിൽ, എല്ലാ വിശുദ്ധന്മാരുടെ നടുവിൽ എനിക്ക് പുകഴ്ച കിട്ടാൻ പോകുക, എനിക്ക് മാനം കിട്ടാൻ പോകുക.
ഈ ലോകത്തിൽ എന്നെ നിന്ദിച്ചാലും, ഈ ലോകത്തിൽ എന്നെ പെർസിക്യൂട്ട് ചെയ്താലും, ഈ ലോകത്തിൽ എന്റെ രക്തബന്ധങ്ങൾ, എന്റെ കൂടപ്പറപ്പുകൾ എന്നെ അപമാനിച്ചാലും, എന്നെ മാനിക്കുന്ന ഒരു ദിവസമുണ്ട്, എന്നെ പുകഴ്ത്തുന്ന ഒരു ദിവസമുണ്ട്. യേശുവിന്റെ വരവിൽ എനിക്ക് ഓണറും പ്രൈസും ഗ്ലോറിയും കിട്ടാൻ പോകുകയാണ്. ഇന്ന് ഇതുവരെ കിട്ടാത്ത മാന്യത. പക്ഷെ ഇന്ന് നമ്മൾ പലപ്പോഴും ഈ ലോകത്തിൽ കിട്ടിയ മാന്യത ദൈവം മാനിച്ചു ബ്രദറെ എന്ന് പറഞ്ഞ് ഓടുമ്പോൾ, യഥാർത്ഥ മാന്യത തിരശീലയ്ക്ക് ഇപ്പുറമല്ല, തിരശീലയ്ക്ക് അപ്പുറം. At the revelation of Jesus Christ, your faith will result in praise, glory and honor. ഇന്ന് ശോധനയാണ്, ഇന്ന് വേദനയാണ്. ഇന്നുള്ള ശോധന നൽകുന്ന വേദന. വിഷമമുള്ളതെങ്കിലും വിലയുണ്ടതിനു പൊന്നിലും, വിശ്വസിച്ചാശ്വസിച്ച് ആനന്ദിക്കും ഞാൻ സദാ. അനാധിനാഥനേശു എന്ധനം, അന്യനായി ഭൂവിലെന്നാൽ ധന്യനായി ഞാൻ ക്രിസ്തുവിൽ സദാ. എന്റെ വാക്കുകളെ ഞാൻ നിർത്തട്ടെ. മൂന്നാമത്തെ കാര്യം 8-ാം വാക്യത്തിൽ പറയുന്നു, നിങ്ങൾ അവനെ കണ്ടിട്ടില്ല, പക്ഷെ നിങ്ങൾ അവനെ സ്നേഹിക്കുന്നു, നിങ്ങൾ അവനെ കാണാതെ വിശ്വസിക്കുന്നു. എന്റെ ഫ്യൂച്ചർ ഗ്രേസിലെ ഏറ്റവും വലിയ കാര്യം ഒരു ഇൻഹെറിറ്റൻസ് മാത്രമല്ല, യേശുവിൽ നിന്നൊരു പുകഴ്ച മാത്രമല്ല, കാണാത്ത യേശുവിനോടൊരു തീരാത്ത സ്നേഹം എന്നിൽ ഇന്ന് ഉളവായിട്ടുണ്ടെങ്കിൽ ഞാൻ അവനെ കാണും. യോബിന്റെ ഏറ്റവും കഠിനമായ, ഇതുപോലെ കഷ്ടം അനുഭവിച്ച വ്യക്തി ബൈബിളിലില്ല. തന്റെ ഏറ്റവും കഷ്ടതയുടെ ജീവിതത്തിന്റെ ആ നെല്ലിപ്പലക കണ്ടപ്പോഴും തന്നെ പിടിച്ചു നിർത്തിയ ഒറ്റ സത്യമാണ്, പഴയ നിയമ ഭക്തൻ, യേശുവിനെ കാണാത്തവൻ, ക്രൂശിന്റെ വെളിപ്പാടില്ലാത്തവൻ, പഴയ നിയമത്തിൽ യേശുവിന് മുൻപ് ജീവിച്ച വ്യക്തി എന്താ പറഞ്ഞത്? എന്റെ വീണ്ടെടുപ്പുകാരൻ ജീവിക്കുന്നു, ഞാൻ ഒടുവിൽ പൊടിമേൽ നിൽക്കും. ഇപ്പോൾ എന്റെ ശരീരം വ്രണങ്ങളാൽ ഇല്ലാതെയായാലും ഞാൻ ദേഹസഹിതനായി എന്റെ ഈ കണ്ണുകൾ കൊണ്ട് അവനെ ഞാൻ കാണും. ആ വീണ്ടെടുപ്പുകാരനെ കാണുമെന്നുള്ള പ്രത്യാശയാണ് യോബിന്റെ അഗ്നിശോധനയിലും തന്നെ പൊന്നുപോലെ പുറത്തു കൊണ്ടുവന്നത്. എന്നെ കേൾക്കുന്ന മാരാണഥ ദൈവസഭയിലെ ദൈവമക്കളെ, നിങ്ങൾ എന്തിൽ കൂടി കടന്നു പോകുന്ന എനിക്കറിയത്തില്ല. പക്ഷെ ഈ സാഹചര്യങ്ങളെ തരണം ചെയ്യണമെങ്കിൽ നാളെ കിട്ടാൻ പോകുന്ന ഒരു ഭൗതിക വിടുതലല്ല, ഭൗതിക വാഗ്ദാനമല്ല, അതോ ഇതുവരെ ദൈവം നടത്തിയതിന്റെ ഒരു നന്ദി മാത്രം നിങ്ങളെ അവിടെ എത്തിക്കത്തില്ല. നിങ്ങളെ എത്തിക്കുന്നത് ഫ്യൂച്ചർ ഗ്രേസ് ആണ്. ഭാവി കാലത്തിൽ ഇന്ന് വരെ കാണാത്ത ദൈവകൃപയുടെ ഒരു മുഖം ഞാൻ കാണാൻ പോകുകയാണ്. അവൻ വെളിപ്പെടുമ്പോൾ എനിക്കൊരു വാട്ടം ചുരുക്കം മാലിന്യമില്ലാത്ത ഒരു ഉപനിധി കിട്ടാൻ പോകുകയാണ്. എനിക്ക് ഉപനിധി കിട്ടുമെന്ന് മാത്രമല്ല, എനിക്ക് അവന്റെ വരവിൽ പുകഴ്ചയും മാനവും കിട്ടും. He will honor me, will praise me, will call me good and faithful servant, and the greatest of all, I will see him face to face. ഇതാണ് എന്റെ വാഗ്ദത്തം. ഈ വാഗ്ദത്തം, ഈ ഫ്യൂച്ചർ ഗ്രേസിനെ കണ്ടുകൊണ്ടാണ് ഞാൻ ഇന്ന് ജീവിക്കുന്നത്. അതുകൊണ്ടാണ് ലേവ്യ പുസ്തകം അതിന്റെ 11:14, 19:2, 20:7 അവിടെ എല്ലാം പറയുന്ന കാര്യമാണ്, ഞാൻ വിശുദ്ധനായിരിക്കുന്ന പോലെ നീയും വിശുദ്ധനാകട്ടെ. എങ്ങനെയാണ് ഈ വിശുദ്ധി എങ്ങനെ പ്രാപിക്കാൻ കഴിയും? ഇത് എന്നെ കൊണ്ട് പറ്റത്തില്ല, എനിക്ക് അതിനുള്ള മോട്ടിവേഷൻ ഇല്ല. പലപ്പോഴും ഞാൻ മടുത്തു പോകുകയാണ്. ഞാൻ ക്രിസ്തീയ ജീവിതം എന്റെ ബലത്തിൽ, എന്റെ എഫേർട്ട് എന്ന ഇന്ധനം കൊണ്ട് ജീവിക്കാൻ ശ്രമിക്കുക. ഗ്രാറ്റിറ്റ്യൂഡ്, നന്ദി എന്ന ഫ്യൂവൽ കൊണ്ട് ഐ ട്രൈ ടു ലിവ്. ബട്ട് ഫ്യൂച്ചർ ഗ്രേസ് എന്ന ഫ്യൂവൽ ഒരു പുതിയ ഇന്ധനമാണ്. വെളിപ്പെടാനുള്ള വാഗ്ദത്തങ്ങളുടെ കലവര കാണുമ്പോൾ, യേശു എന്ന വ്യക്തിയുടെ പൂർണ്ണ വെളിപ്പാട് ഞാൻ അന്ന് കാണുമെന്ന് ഓർക്കുമ്പോൾ, മരുഭൂപ്രയാണത്തിൽ ഇറങ്ങിയവരോട് പറഞ്ഞ അതേ കൽപ്പന എന്നോട് പറയുമ്പോൾ, വാഗ്ദത്ത നാളെ നോക്കി ഇറങ്ങിയവരോട് പറയാണ്, ഞാൻ വിശുദ്ധനായിരിക്കുന്ന പോലെ നിങ്ങളും വിശുദ്ധരായിരിക്കും. അവർക്ക് കഴിഞ്ഞില്ല, അവരിൽ മിക്ക പേരും അവർ പട്ടുപോയി. പക്ഷേ ഈ പ്രവാസകാലം ഭയത്തോട് കഴിക്കണമെങ്കിൽ നമ്മൾ പാലും തേനും ഒഴുകുന്ന ഒരു നാടിനെ നോക്കിയല്ല, we are looking at the future grace which is going to be revealed in the coming of Jesus. So we have tied our loins. നമ്മളെ, അതുകൊണ്ടാണ് 18-19 വാക്യത്തിൽ വരുമ്പോൾ പത്രോസ് പറയുന്നത്, നമ്മളെ വില കൊടുത്ത് വാങ്ങിയത് പൊന്നെ വെള്ളി എന്ന അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല, പിന്നെ എന്തിനെ കൊണ്ടാ? പെരിഷബിൾ ആയിട്ട് ഒന്നിനെ കൊണ്ടല്ല, ഒരു കുഞ്ഞാടിന്റെ നിർദോഷവും നിഷ്കളങ്കവുമായ രക്തം
നിമിത്തമായി. അന്ന് പെസഹ ആചരിച്ച് ഇറങ്ങി തിരിച്ചവർ കുഞ്ഞാടിന്റെ രക്തം പുരട്ടിയത് കൊണ്ടാണ്, കട്ടളപ്പടിയുടെ മേലും കുരുമ്പടിയുടെ മേലും കുഞ്ഞാടിന്റെ രക്തം അടയാളമായതുകൊണ്ടാണ് അവർ രക്ഷപ്പെട്ടത്. They were saved by the blood of a lamb. But today we are girding our loins and we are going for the journey of faith. We are expecting the coming of Jesus, but we are not bought with the blood of an animal. We are bought with the precious blood of the lamb that was slain on Calvary. See the connection. Gird your loins. നിങ്ങളുടെ അര കെട്ടുക. ഞാൻ വിശുദ്ധനായിരിക്കുന്നപ്പോൾ നിങ്ങളും വിശുദ്ധരായിരിക്കും. മരുഭൂമിയിലുള്ളവരോട് പറഞ്ഞതാ. ഈ മരുഭൂമിയിലുള്ളവരെ വാങ്ങിയ കുഞ്ഞാട് ഒരു മൃഗമായിരുന്നു. നമ്മളെ വാങ്ങിയ കുഞ്ഞാട് യുഗങ്ങൾക്ക് മുൻപായി, ലോക സ്ഥാപനത്തിന് മുൻപ് അറക്കപ്പെട്ട ദൈവത്തിന്റെ കുഞ്ഞാടാണ് നമ്മളെ വാങ്ങിയ കുഞ്ഞാട്. ആ രക്തത്തിന്റെ വിലകളാണ് ഇന്ന് സന്ധ്യാസമയം എന്നെ കേൾക്കുന്നത്. ക്രിസ്തീയ ജീവിതത്തിൽ തളർന്നു പോകരുത്. ക്രിസ്തീയ ജീവിതത്തിൽ പരാജയപ്പെട്ടു പോകരുത്. പരാജയപ്പെട്ടു പോകാതിരിക്കണമെങ്കിൽ ഭൗതികതയെ നോക്കിയല്ല ഓടേണ്ടത്. ഫിക്സ് യുവർ ഹോപ്പ്. നിങ്ങളുടെ പ്രത്യാശയെ കേന്ദ്രീകരിക്കുക. എന്തിലാണ് കേന്ദ്രീകരിക്കേണ്ടത്? ഫിക്സ് യുവർ ഹോപ്പ് ഓൺ ദ ഗ്രേസ് ടു ബി റിവീൽഡ്. ഫ്യൂച്ചർ ഗ്രേസ്, ദ ഇൻഹെറിറ്റൻസ് യു ആർ പ്രോമിസ്ഡ്, ദ praise and honor you are going to receive at the coming of Jesus, and you are going to see him. I put an end to my words here. Can we submit ourselves before the world? Let's have a preparation for the coming. Not to live anyhow, but to live expecting the coming of Jesus. If our Christian life has failed somewhere, the problem does not lie with God. The problem lies with our motivation. We try to be motivated by earthly things. We try to live with gratitude. But ഞാൻ ഇന്ന് നന്ദിയുള്ളവനായി ജീവിക്കും. പക്ഷെ എത്രയോ നന്ദികേട് നടന്നു. കാരണം എന്താ? നന്ദിയുള്ളവരായി ജീവിക്കണമെങ്കിൽ ഫ്യൂച്ചർ ഗ്രേസിനെ കുറിച്ച് ഇതുവരെ അനുഭവിക്കാത്ത ഒരു ദൈവകൃപയുടെ ഒരു മുഖമുണ്ട്. ആ മുഖത്തെ കുറിച്ച് ഒരു വെളിപ്പാട് ഉള്ളിൽ വരുമ്പോഴാണ് നന്ദിയോടെ ജീവിക്കാൻ കഴിയുന്നത്. അതിന് പരിശുദ്ധാത്മാ നമ്മളെ സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകളെ നിർത്തുന്നു. ഗോഡ് ബ്ലെസ് യു.